ഇവിടെ സഹോദരങ്ങളെ, ഇത് നമ്മുടെ സമയമാണ്. ഇനി ഈ അവസ്ഥയിൽ നിൽക്കുന്നത് ഞാനാണ്. എൻ്റെ ജീവിതത്തിലേക്കാണ് ദൈവം ഇടപെടാൻ പോകുന്നത്. എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സമയം എൻ്റെ സമയമാണ്. ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തിക്കോ. നിങ്ങൾ ഏതെല്ലാം മേഖലയിൽ, ഏതെല്ലാം കോട്ടകൾക്ക് അതിജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. വെല്ലുവിളി നേരിടാനുള്ള അഗ്നി, പരിശുദ്ധാത്മാവാൻ അഗ്നി ഈശോ, ഉദ്ധിതനായ ഈശോ എനിക്ക് നൽകാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകളെ സമർപ്പിക്കാം. കണ്ണിനെല്ലാം കാണണം, എല്ലാം ആസ്വദിക്കണം. കണ്ണുകളെ സമർപ്പിക്കാം. കാതുകളെ സമർപ്പിക്കാം. കാതിനെല്ലാം കേൾക്കണം. നാവിനെല്ലാം രുചിക്കണം. ത്വക്കിനെല്ലാം സ്പർശിക്കണം. ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി അതിരം തുറന്ന് എല്ലാ ദൈവമക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായിട്ട്, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളതും അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് സമാധാനവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കൃപകളും ഈശോയെ ഈ നിമിഷവും സമയവും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആകുലതകൾ സമർപ്പിക്കുന്നു. ദുഃഖ ദുരിതങ്ങൾ സമർപ്പിക്കുന്നു. പീഡനങ്ങൾ, ഞെരുക്കങ്ങൾ, സഹനങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ദാനമായി നൽകിയ മക്കളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ സ്വീകരിച്ച അനുഗ്രഹങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സംരക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരുടെയും കൂട്ടായ്മയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല ഗണങ്ങളുടെയും രക്തസാക്ഷികളുടെയും കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ ഭവനത്തിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഈ ഭവനത്തിൽ വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അല്പങ്ങളുടെ സ്വരമുയർത്തി പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ നേരെ കരനീട്ടി നല്ലൊരു സ്തുതി കൊടുത്ത ഈശോയ്ക്ക് അല്പങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹിച്ചൊരു സ്തുതി കൊടുക്കാമോ? പരസ്പരം സ്തുതി കൊടുക്കാം. ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അല്പം കൂടെ മുൻപോട്ട് കയറിയിരുന്നു. ഇനി ആൾക്കാർ വരും. നമ്മുടെ പുരുഷന്മാരുടെ സൈഡൊക്കെ മുൻപോട്ട് കയറിയിരിക്കുക. മുൻപിൽ കയറിയിരുന്ന് വചനം കേൾക്കുമ്പോൾ അത്രയും ഈശോ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ചൊരി. മുൻപോട്ട് പോരുക. വരുന്നവർ പുറകിലിരിക്കും. സ്ത്രീകൾ ഇടയ്ക്ക് സ്ഥലമില്ലാതെ ഇടയിടാതെ കയറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സുഖമാണോ? സന്തോഷമാണോ? സംതൃപ്തിയാണോ? സമാധാനമുണ്ടോ? എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുഖമെല്ലാം കണ്ടിട്ട് നല്ല സുഖം, നല്ല സന്തോഷം, നല്ല ആനന്ദം, നല്ല സമാധാനം. കാരണം ഈശോ നമ്മുടെ കൂടെയുണ്ട് അല്ലേ? ഫിലിപ്പിയുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 വർഗ്ഗങ്ങൾ തിരുവചനം നമ്മൾ കണ്ടു. കർത്താവ് നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞേ. ഈ ശബ്ദമേ ഉള്ളൂ. ഈശോ അടുത്തെത്തിയിട്ട് ഈ ശബ്ദമേ ഉള്ളൂ.
ഈശോ അടുത്തെത്താൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈശോ എൻ്റെ അടുത്തുണ്ട്, അടുത്തെത്തിയിരിക്കുന്നു. ഒരിക്കൽ കൂടി നല്ല ഉച്ചത്തിലൊന്ന് പറഞ്ഞ് ഈശോ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ അടുത്തെത്തിയാൽ എല്ലാ അനുഗ്രഹവും നമുക്ക് കിട്ടിയില്ലേ? എല്ലാ അനുഗ്രഹവും കിട്ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കുന്നത്? ഈശോ അടുത്തെത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ, ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ, ഈശോയുടെ കൂടെ ആയിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഈശോ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈശോ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സങ്കീർത്തനം 18:29 വചനം പറയുന്നുണ്ട്. സങ്കീർത്തനം 18 അതിൻ്റെ 29 വചനം പറയുന്നത് എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. ഒന്ന് പറയാമോ? എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ദൈവത്തിൻ്റെ സഹായത്താൽ സൈന്യനിരയെ ഭേദിച്ചവരാണ് അല്ലേ? ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ, സഹനങ്ങളിൽ, ദുഃഖങ്ങളിൽ, ആകുലതകളിൽ, അസ്വസ്ഥതകളിൽ, അതുപോലെ തന്നെ സന്തോഷത്തിലും എല്ലാം വിവിധ തരങ്ങളായ കോട്ടകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പലതായിട്ട് പുറകെ ഉയർന്നു നിന്നിട്ടുണ്ട്. അതിനെല്ലാം ആരുടെ സഹായത്തോടെയാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത്? ഈ ദൈവത്തിൻ്റെ സഹായത്താൽ. അത് മറക്കരുത്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ ആയിരിക്കണം എല്ലാ ദിവസവും നമ്മൾ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ. അതുകൊണ്ടാണ് ഈശോ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഈശോയുടെ സഹായത്താൽ ഉയർന്നു നിൽക്കുന്ന വലിയ കോട്ടകൾ ഞാൻ ചാടിക്കടന്നിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. തകർച്ചകളിൽ, കടബാധ്യതകളിൽ, രോഗങ്ങളിൽ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത നിമിഷങ്ങളിൽ, മക്കളുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചില കോട്ടകൾ ചാടിക്കടന്ന് അതിൻ്റെ സന്തോഷത്തിൽ എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ തരണം ചെയ്ത വ്യക്തികളാണ് ഇവിടെ ആയിരിക്കുന്നത്. നല്ലപോലെ കരം ഉയർത്തിയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. എത്രമാത്രം പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി പറഞ്ഞ് കരമടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സാധനങ്ങളെ, ഈ അടുത്ത നാളിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മകൾ, അവൾക്ക് 26 വയസ്സായപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു. 28 വയസ്സായി അവൾക്ക് ദൈവം ഒരു കുട്ടിയെ കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 6 മാസം പ്രായമുള്ളപ്പോൾ ഇവൾക്കൊരു സ്ട്രോക്ക് വന്ന്, എൻ്റെ മകൾക്ക് സ്ട്രോക്ക് വന്ന് ഇങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറയുകയാണ്. അപ്പോൾ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്, ഇപ്പോൾ 28 വയസ്സ്, വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, 6 മാസം പ്രായമുള്ള കുഞ്ഞ്. ഒരു സുഹൃത്ത് വന്ന് പറയുക, ദൈവം നിന്നെ ശിക്ഷിച്ചതാണ്. ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, നിൻ്റെ കുടുംബത്തോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഈ ശിക്ഷ, ഈ ഒരു ദുരിതം നീ അനുഭവിക്കേണ്ടി വരികയില്ല. ഇതൊരു സംഭവം. അപ്പോൾ വേറൊരു സംഭവം, അതായത് ഈ അടുത്ത ദിവസം പറഞ്ഞതാണ്, അത് ഞാൻ 7 പ്രാവശ്യം IELTS എഴുതി, 7 പ്രാവശ്യവും പരാജയപ്പെട്ടു. ഇനി നീ ജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും മിനിറ്റും നമ്മൾ പല പ്രശ്നങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണണോ? ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആരിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്? ആരിലേക്കാണ് നോക്കേണ്ടത്? ആ പ്രശ്നങ്ങളും തകർച്ചകളും രോഗങ്ങളും വരുമ്പോൾ ഈശോയിലേക്ക് നോക്കണം. ഇത് നമ്മുടെ മുമ്പിൽ ഒരു കോട്ടയാണ്. എൻ്റെ മുൻപിൽ, നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, യുവതി യുവാക്കന്മാരുടെ മുമ്പിൽ, കൊച്ചു കുട്ടികളുടെ മുമ്പിൽ ഇതൊരു കോട്ടയാണ്, ഉയർന്നു നിൽക്കുന്ന ഒരു കോട്ടയാണ്. മറ്റുള്ളവർ, സുഹൃത്തുക്കൾ, സ്നേഹിതരും പലതും പറയും. പക്ഷെ അതിനെ ചാടിക്കിടക്കേണ്ടത് ആരുടെ സഹായത്താലാണ്? എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പോരാ, സന്തോഷത്തോടെ. അപ്പോൾ ഈ പ്രശ്നവുമായിട്ട് ഇവർ എൻ്റെ അടുക്കൽ വന്നു. സിസ്റ്റർ, ഇതാ ഇവർ പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഇപ്പോഴും എൻ്റെ മകൾ ഇങ്ങനെ വിഷമിച്ച് കിടക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഈ വചനം ഉരുവിടാൻ. ഈ വചനം നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചോ. ഒരു മക്കളെയും ദൈവം ശിക്ഷിക്കുന്നതല്ല. ഈ കോട്ട കയറി കിടക്കാൻ എൻ്റെ ദൈവം കൂടെയുണ്ട്. എൻ്റെ ഈശോ അടുത്തെത്തിയിട്ടുണ്ട്. ഈശോയുടെ അടുത്തെത്തിയിരിക്കുന്ന ഈശോയുടെ സ്പർശനം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി ഈശോ എനിക്കൊരു അവസരം നൽകിയിരിക്കുന്നതാണ്. ഈ കോട്ട ചാടിക്കിടക്കാൻ വേണ്ടി ഈശോ എനിക്ക് അഭിഷേകവും കൃപയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തെത്തിയിരിക്കുന്ന ഈശോയുടെ കരം പിടിച്ച് ഞാനും ആ കോട്ട ഒരൊറ്റ ചാട്ടത്തിൽ ഞാനും ഈശോയുടെ ചാടി ഞാൻ ഈശോയുടെ അടുക്കലെത്തണം. ഹല്ലേലൂയ,
ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മച്ചി വീട്ടിൽ ചെന്ന് ഈ വിഷമമെല്ലാം ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം വീട്ടിൽ ചെന്ന് ഈ മകളോട് പറഞ്ഞു, മോളെ, നമ്മളിങ്ങനെ കിടക്കേണ്ടവരല്ല. സങ്കീർത്തനം 18 അതിൻ്റെ 29 തിരുവചനം, ഈ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ചാടിക്കിടന്ന് നീ രക്ഷ പ്രാപിക്കും, നീ എഴുന്നേൽക്കും, നീ കഴിക്കുന്ന മരുന്ന് ഈശോയുടെ സ്പർശനമുള്ളതാണ്, ഈശോയുടെ തിരുരക്തം അതിൽ ഒഴുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ചാടി എഴുന്നേൽക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നുണയും പറയുന്നതല്ല, അത്ഭുതമെന്ന് പറയട്ടെ, ആ മകൾ ഇന്ന് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, പോരാ ശക്തിയോടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത കഴിഞ്ഞ 2 മാസം മുൻപ് മറ്റേ IELTS എഴുതിയ മകൾ പറയാണ്, ഞാൻ 8 പ്രാവശ്യം എഴുതിയിട്ട് 7 പ്രാവശ്യം എഴുതിയിട്ടും തോറ്റല്ലോ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം പിടിച്ച് ഞാൻ 8ാം പ്രാവശ്യവും IELTS എഴുതി. എനിക്കവിടെ എല്ലാ സ്കോറും കിട്ടി. എനിക്കിനി UK പോകാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി കോട്ടകൾ നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് വേദന നൽകുന്ന, ദുഃഖം നൽകുന്ന ഒത്തിരി കോട്ടകൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് എൻ്റെ ഈശോയേക്കാൾ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് എന്താണ്? ദാവീദ് സങ്കീർത്തനത്തിൽ 18ാം സങ്കീർത്തനം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ സങ്കീർത്തനമെന്നാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച ഒരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനം 18. നിങ്ങളത് വായിച്ചു നോക്കണം. ഒത്തിരിയേറെ വചനങ്ങളുമുള്ള വാക്യങ്ങളുമുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ്. അത് നമുക്ക് വായിക്കും തോറും നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം തരും. അപ്പോൾ ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് ഏറ്റവും അധികം വേദനിച്ചത് സ്വന്തം മകൻ അബ്സലോം മുഖേനമാണ്. കാരണം ഈ അബ്സലോം എന്ത് ചെയ്തു? ഒരു അധികാരപ്രമത്തമുള്ള അധികാരപ്രേമിയായ ഒരു മകനാണ്. അപ്പോൾ ഈ ദാവീദിനെ അപ്പനെ അബ്സലോം എന്ത് ചെയ്തു? രാജകൊട്ടാരത്തിൽ നിന്നും ഇറക്കി വിടുകയാണ്. രാജകൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ 2 സാമുവേൽ 15-ാം അധ്യായം അതിൻ്റെ 30-ാം വചനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ വചനം പറയുകയാണ്, അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് രാജകൊട്ടാരത്തിൽ നിന്ന് പരിഹാസിതനായി ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ ദാവീദ് എന്താ ചെയ്തത്? ശിരസിൽ തുണി കൊണ്ട് മൂടി. അതുകൊണ്ട് മാത്രമല്ല, നഗ്നപാതനായി ചെരുപ്പ് പോലും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. ഇതാണ് വചനം പറയുന്നത്. നഗ്നപാതനായി ശിരസ് മൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറുകയാണ്. അവിടെ പരാജയപ്പെടുന്നില്ല. അപ്പോഴാണ് ഈ ദാവീദ് പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ എന്തു ചെയ്യും? കോട്ട ചാടിക്കടക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് തന്നെ മാത്രമല്ല, ഈ രാജകൊട്ടാരത്തിൽ നിന്ന് ഈ ഒലിവുമലയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷിമെയി എന്ന് പറയുന്ന ഒരു മകൻ പുറകെ നടന്ന് കുത്തുവാക്കുകൾ പറയുകയാണ്. കല്ലും മണ്ണും വാരിയെറിയുകയാണ്. ദാവീദിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീയല്ലേ സാവൂളിൻ്റെ കുടുംബത്തെ കൊന്നൊടുക്കിയത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന് പറഞ്ഞ് ദാവീദിനെ മുറിപ്പെടുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദാവീദ് ഭയപ്പെടുന്നില്ല, ആകുലചിത്തനാകുന്നില്ല. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങേയറ്റം ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. സ്വന്തം മകൻ പോലും തള്ളിപ്പറഞ്ഞപ്പോൾ, ഉപേക്ഷിച്ചപ്പോൾ ഈ ദാവീദിന് ഇനി ഒരു ചിന്തയില്ല, ഞാനിനി എൻ്റെ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുമോ, ഇനി എന്താ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ എൻ്റെ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ സമയമാണ്. ഇത് ദാവീദിൻ്റെ സമയമല്ല, ദാവീദിൻ്റെ സമയം കഴിഞ്ഞു. ഇനി ഈ അവസ്ഥയിൽ നിൽക്കുന്നത് ഞാനാണ്. എൻ്റെ ജീവിതത്തിലേക്കാണ് ദൈവം ഇടപെടാൻ പോകുന്നത്, എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്കാണ് ഇടപെടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സമയം എൻ്റെ സമയമാണ്. ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തിക്കോ. നിങ്ങൾ ഏതെല്ലാം മേഖലയിൽ, ഏതെല്ലാം കോട്ടകൾക്ക് അതിജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? മക്കളെക്കുറിച്ചാകാം, രോഗത്തെക്കുറിച്ചാകാം, ഭവനത്തെക്കുറിച്ചാകാം, കടബാധ്യതയാകാം, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ആ കോട്ടയെ മറികടക്കാൻ എൻ്റെ ദൈവം ഇത് അടുത്തെത്തിയിരിക്കുന്നു. കരമുയർത്തിക്കൊള്ളുക, കരമുയർത്തിക്കൊള്ളുക. ഇത് എൻ്റെ സമയമാണ്, ഇത് നിങ്ങളുടെ സമയമാണ്, നമ്മുടെ സമയമാണ്. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കും. അതുപോലെ തന്നെ ആത്മഹത്യാ ചിന്തയുള്ളവർ, വിശ്വാസമില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ, നിരാശയുടെ അടിമത്തത്തിൽ കഴിയുന്നവർ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളാണല്ലോ എന്ന് മക്കളെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനിക്കുന്നവർ, മക്കളില്ലാത്ത ദമ്പതികൾ, മക്കളെക്കുറിച്ച് ആകലപ്പെടുന്നവർ, എല്ലാവർക്കുള്ള സമയമാണിത്. എല്ലാവരും കരമുയർത്തട്ടെ. വിവാഹം നടക്കാത്തവർ, അതുപോലെ തന്നെ പല മേഖലകളിൽ ഭാരം അനുഭവിക്കുന്നവർ, ഒരു ഭവനമില്ല,
വരുമാനമില്ലാത്തവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, മക്കളെ പുറത്ത് വിട്ടിട്ട് യൂറോപ്പിനൊക്കെ വിട്ടിട്ട് ജോലി മേഖലയിൽ സ്ഥിരത ലഭിക്കാത്തവർ, ഇങ്ങനെ പലതരത്തിൽ ആകുലതകൾ ഇന്ന് എൻ്റെ മനസ്സിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ സമയമാണ്. ദാവീദ് പറഞ്ഞതുപോലെ ഈ ഒരു വലിയ കോട്ടയെ ഞാൻ ചാടിക്കടക്കാൻ പോവുകയാണ്. സ്വരമുയർത്തി കരമുയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിക്കട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേക മക്കളിലേക്ക് ഈശോയുടെ അത്ഭുത ശക്തി ഇപ്പോൾ ഉയരട്ടെ, അത്ഭുത ശക്തി ഉയരട്ടെ. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, അങ്ങ് ഉത്ഥാനം ചെയ്ത കർത്താവാണ്. അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ്. അവിടുന്ന് ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ ദുരിതങ്ങളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ തകർച്ചകളിൽ, മക്കളെക്കുറിച്ചുള്ള പ്രത്യാശമില്ലാത്ത ജീവിതത്തിൽ ഞങ്ങളെ എടുത്തുയർത്തുവാൻ അവിടുന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും വിളിക്കട്ടെ, പോരാ ശക്തിയോടെ നിലവിളി ഉയരട്ടെ. ഉയർന്നു നിൽക്കുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഇത് അഭിഷേകമായി നിങ്ങളുടെ അതിരങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇതാ കടന്നു വരുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്നവർ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണിത്. ഉയർന്നു നിൽക്കുന്ന രോഗത്തിൻ്റെ കോട്ടകൾ ചാടിക്കിടക്കുവാനുള്ള ആരോഗ്യം ഇപ്പോൾ ഈശോ തരുന്ന സമയമാണ്. നിലവിളികൾ ഉയരട്ടെ, ഉച്ചത്തിൽ വിളിക്കട്ടെ, എൻ്റെ ഈശോയെന്ന് വിളിക്കുന്നു. പവർ, ശക്തി, അഭിഷേകം. ഹല്ലേലൂയാ. നല്ലതുപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരമടിച്ച് നന്ദി പറയുക. ഹല്ലേലൂയാ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കാണാം ജോബിനെ നല്ല പരിചയമാണ്. ജോബിൻ്റെ ജീവിതത്തെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ജോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ജോബിന് എന്താ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ജോബ് വസ്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു, സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, സ്നേഹിച്ച് വളർത്തിയ മക്കൾ നഷ്ടപ്പെട്ടു. കൂടെ നിൽക്കുമെന്ന് കരുതിയ ജീവിത പങ്കാളി പോലും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ശരീരം മുഴുവൻ വ്രണമായി, രോഗമായി. അപ്പോൾ ജോബ് പറയുന്നുണ്ട്, എന്തെല്ലാം വന്നാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതേക്കുറിച്ച് ജോബ് പറയാണ്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 25-26 തിരുവചനം പറയുന്നത് എന്താണ്? എനിക്ക് ന്യായം നടത്തി തരുന്നവൻ, വചനം പറയണം, പലതരം ഉയർത്തി പറഞ്ഞ്, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുമെന്നും എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയാ. അപ്പോൾ എനിക്ക് വേണ്ടി ന്യായം നടത്തി തരുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്, ജീവിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളും. ഇതാണ് ജോബ് പറയുന്നത്. എനിക്ക് വേണ്ടി നിലകൊള്ളും. എൻ്റെ ശരീരം മുഴുവൻ വ്രണം വന്ന്, തൊക്ക് മുഴുവൻ വ്രണം വന്ന് അഴിഞ്ഞു പോയാലും എൻ്റെ മാംസത്തിൽ നിന്ന് ദൈവം എന്നോട് സംസാരിക്കും. അത്രയും വിശ്വാസമാണ് ജോബിനുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യുമെന്ന് ദാവീദ് പറഞ്ഞതിനേക്കാൾ വലിയ ശക്തിയോടെ ജോബ് പറയുകയാണ്, എൻ്റെ ദൈവം കൂടെ നിൽക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഏതെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, സുഹൃത്തുക്കൾ, ജീവിത പങ്കാളികൾ എന്നെ തള്ളിപ്പറഞ്ഞാലും, എൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാലും, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടാലും, ആ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരാൻ കഴിവുള്ളവൻ ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. നമ്മുടെ സ്വത്തുക്കൾ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാം ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കാം. പക്ഷേ കർത്താവ് തിരിച്ചു തരും. മക്കളെക്കുറിച്ച് ആകുലത കാണും, മരണമടഞ്ഞവരെക്കുറിച്ച് നമുക്ക് ദുഃഖം കാണും. കർത്താവ് ആ മേഖലയിൽ നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള രോഗങ്ങൾ നമ്മൾക്ക് വരാം. കർത്താവ് അവിടെയും ആരോഗ്യം നൽകാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ജോബും ദാവീദും പ്രവാചകന്മാരും ഏലിയായും ഏലീശായും മോശയും രക്തസാക്ഷികളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്നും ജീവിക്കുന്ന ഈശോ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയാ. കരമുയർത്തിക്കൊള്ളുക. ഈ ജോബിൻ്റെ സാക്ഷ്യവുമായി ജോബിന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ജീവിക്കുന്ന ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇതാ എനിക്ക് എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ വസ്തുവകകളിൽ എനിക്ക് ഇടപെട്ട എൻ്റെ കർത്താവ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ തിരിച്ചു തന്ന എൻ്റെ ദൈവം ഇതാ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇത് നമ്മുടെ സമയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരമുയർത്തി വിളിച്ചു പ്രാർത്ഥിച്ചുകൊള്ളുക, കർത്താവെ ഇടപെടണം. അനേക ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ അനേകം വ്യക്തികളുടെ ജീവിതം
ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടാൻ പോവുകയാണ്. കരമുയർത്തട്ടെ, കരമുയർത്തട്ടെ. മകനെ, മകളെ, നീ ഏത് കാര്യത്തിലാണ് ഇന്ന് വിഷമിക്കുന്നത്? ഏത് കാര്യത്തിലാണ് നീ ആകുലപ്പെടുന്നത്? ഏതാണ് എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നത്? ആ മേഖലയിൽ ഇന്ന് ഈശോ എനിക്ക് സൗഖ്യം നൽകുവാൻ കടന്നു വരുന്ന സമയമാണിത്. കരമുയർത്തി, കരമുയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോയെന്ന് വിളിക്കുക. വാടിത്തളർന്ന ഹൃദയങ്ങളെയും ദുഃഖിച്ചിരിക്കും ഭാരപ്പെട്ട് കഴിയുന്ന മനസ്സിനെയും കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. ഓരോ മകനെയും മകളെയും കർത്താവിത ദേശാന്തരങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, കൃപ ചൊരിയാൻ വേണ്ടിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ശക്തിയാൽ, അവിടുത്തെ സ്നേഹത്താൽ, അവിടുത്തെ കൃപയാൽ ഈ നിമിഷം എന്നെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ഇതാ ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ന്യായം നടത്തി തരുന്നവൻ എൻ്റെ കർത്താവാണ്. എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ എൻ്റെ ഈശോയാണ്. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ദുരിതങ്ങളിലേക്ക്, നിങ്ങളുടെ കഷ്ടതകളിലേക്ക്, നിങ്ങളുടെ ആകുലതകളിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. വലിയ ശക്തിയായി, വലിയ പവറായി, വലിയ സൗഖ്യമായി, വലിയ വിടുതലായി, അഭിഷേകമായി കടന്നു വരുന്നു. എല്ലാവരും കൊച്ചുമക്കളെയും സ്വന്തം മക്കളെയും ഓർത്ത് വിഷമിക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വാതരോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കളിനകത്തിരിപ്പുണ്ട്. അവർക്ക് വലിയ വിടുതൽ സൗഖ്യം ഈശോ നൽകുകയാണ്. ഉദര സംബന്ധമായ രോഗമേഖലകളാൽ വിഷമിക്കുന്നവരെ ഈശോ സൗഖ്യപ്പെടുത്തുന്ന സമയമാണിത്. ശക്തമായ കൊടിഞ്ഞ് രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ ഈശോ ഇതാ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന സമയമാണിത്. മക്കളില്ലാത്ത ദമ്പതികളെ ഓർത്ത് വിഷമിക്കുന്നവർക്ക് ഈശോ ആ മേഖലയിൽ വലിയ കൃപ നൽകി അനുഗ്രഹിക്കുകയാണ്. വചനം പഠിക്കുവാനുള്ള താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഇതാ ഒരു അഭിഷേകമായി, പുത്തൻ വചനമായി ഇതാ ഇന്നും ജീവിക്കുന്ന ഈശോ കടന്നു വന്നിരിക്കുന്നു. വിളിച്ചു പറയട്ടെ, എനിക്ക് വേണ്ടി ന്യായം നടത്തി തരുന്നവൻ ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഞാൻ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു. കർത്താവേ, ഈ ഒരു വിശ്വാസത്തിൻ്റെ, ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ഈ സമൂഹത്തിൽ, ഈ വചന മേഖലയിൽ കർത്താവേ ഒഴുക്കണമേ. കൃപയായി, അഭിഷേകമായി, സമാധാനമായി, രക്ഷയായി, വിശ്വാസമായി, സ്നേഹമായി, തലോടലായി അവിടുന്ന് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളിച്ച് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി വിളിച്ച് ഈശോയേന്ന് വിളിച്ച് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. പോരാ, പോരാ, ശക്തിയോടെ, അഭിഷേകത്തോടെ വിളിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ തൊണ്ടയ്ക്ക് അസ്വസ്ഥമായിട്ടിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അതാരാ? തൊണ്ടയായിട്ട് ബന്ധപ്പെട്ടു ഭാരപ്പെട്ടിരിക്കുന്നവരൊന്ന് കരമുയർത്താമോ? ആ മേലെ നിങ്ങൾക്ക് സൗഖ്യമാണ് കേട്ടോ. തൊണ്ട ശബ്ദം പോകുന്നു, അതിൻ്റെ ഗോയിറ്റർ രോഗത്തിൻ്റെ മേഖല, ആ മേഖലയിൽ വിഷമിക്കുന്നവർ ഇപ്പോൾ തന്നെ ഈശോ സുഖപ്പെടുത്തുകയാണ്. പിന്നെ തലയ്ക്ക് ഭാരം, എപ്പോഴും തലവേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്താമോ? കുറേ പേരുണ്ടല്ലോ, അവരെ ഈശോ ഇപ്പം തന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. ഉറക്കത്തിൻ്റെ മേഖല, അസ്വസ്ഥ, തലയ്ക്ക് ഭാരം, ആ മേഖലയിലും ഈശോ വലിയ വിടുതലും സൗഖ്യവും നൽകുകയാണ്. പിന്നെ ജീവിത മക്കൾക്ക് വിവാഹം നടക്കുന്നില്ല, അങ്ങനെ ഭാരപ്പെടുന്ന മക്കളുണ്ടല്ലോ, അവരൊന്ന് കരമുയർത്തിക്കുകയും അവരുടെ മേഖലയിൽ കർത്താവ് ഇടപെടുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഈശോയുടെ വലിയ സ്നേഹവും സാന്നിധ്യവും അവരുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ തരികയാണ്. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാമോ? കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ജീവിതത്തിൻ്റെ കോട്ടകളെ ചാടിക്കിടക്കാനുള്ള കൃപ ഈശോ തരികയാണ്. എങ്ങനെയുള്ള കോട്ടകൾ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പ്രതിസന്ധികൾ, തകർച്ചകൾ, രോഗങ്ങൾ. ഇതൊരു കോട്ടയാണ്. ഇതിനെ മറികടക്കുവാൻ കർത്താവ് കൂടെ നിൽപ്പുണ്ട്. നമ്മൾ പരാജിതരല്ല. ഇന്ന് ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തിൻ്റെ മക്കളാണ് നമ്മൾ, ആനന്ദത്തിൻ്റെ മക്കളാണ് നമ്മൾ, ഉത്ഥാനം ചെയ്ത ഈശോയുടെ മക്കളാണ് നമ്മൾ. ആ ഒരു വലിയ വിശ്വാസത്തോടെ വേണം ഏത് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്യേണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 5-6 മാസമായിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. അപ്പോൾ എനിക്ക് കിട്ടിയ ചില അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ആദ്യത്തെ ഒരു സാധാരണ ആ ഒരു ഓപ്പറേഷൻ പല ആശുപത്രികളിൽ ചെന്നിട്ടും നമ്മളെ ഉപേക്ഷിച്ച കേസാണ്. 3 ആശുപത്രിക്കാർ ഉപേക്ഷിച്ചു. അവസാനമാണ് ഒരു ആശുപത്രിയിൽ അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. അവർ പറഞ്ഞ പോലെ ചില മേഖലകളിൽ നമുക്ക് തടസ്സങ്ങൾ വന്നു, ബുദ്ധിമുട്ട് വന്നു. പക്ഷേ ദൈവം ആ മേഖലയിലൊക്കെ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരവസ്ഥയിൽ നിങ്ങളോട് വചനം പറയാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു പോലുമില്ല. കാരണം ഡോക്ടർമാർ അതുപോലെയാണ് നമ്മളോട് പറഞ്ഞതും നമ്മളെ കരുതിയതും. പക്ഷേ ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ, വലിയ അത്ഭുതത്താൽ കർത്താവ് ഇന്നും ജീവിക്കുന്ന, ഉത്ഥാനം ചെയ്ത ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു വലിയ അനുഭവത്താലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനുമായിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്ത് ആദ്യ രാത്രി
നമ്മൾ ICU നിന്ന് അവർ പുറത്തിറക്കി കഴിഞ്ഞ് അവർ പാതിര സമയം ഒന്ന് നമുക്ക് കട്ടിലേക്ക് തല വെക്കാൻ പറ്റത്തില്ല, തലയ്ക്കാണ് അസ്വസ്ഥത, ആ ഭാഗത്താണല്ലോ ഓപ്പറേഷൻ നടന്നത്. അപ്പോൾ എനിക്കൊരു സ്വരം ഞാൻ കേട്ടു, എഴുന്നേറ്റിരിക്കുക. ഞാൻ എഴുന്നേറ്റു, ആ സിസ്റ്ററിൻ്റെ സഹായത്തോടെ ഞാൻ എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഇതുപോലെ മുമ്പിലൊരു മേശയുണ്ട്, അതിൽ നീ കൈ വെച്ചോളുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഇത്രയും സ്വരം കേട്ട് പിന്നെ കാണുന്നത് ക്രൂശിതനായ ഈശോയാണ്. ഈശോയുടെ പീഡാനുഭവ ചരിത്രം ഇങ്ങനെ ഒന്നൊന്നായി കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം വെളുത്ത് 7 മണി വരെ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ കൂടെ ഉള്ള സിസ്റ്റർ ചോദിക്കുന്നത്, സിസ്റ്റർ കിടക്കുന്നില്ലേ? പറഞ്ഞ കിടക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം വേദനയുണ്ട്. അത് തന്നെയല്ല, ഈശോയുടെ ഇപ്പോൾ എന്നെ എന്തിനാ ഇടയ്ക്ക് വിളിക്കാത്തത്? എൻ്റെ കൂടെയുള്ള സിസ്റ്റർ ചോദിച്ചു, എന്നെ എന്ത് ഇടയ്ക്ക് വിളിക്കാത്തത്? ഞാൻ പറഞ്ഞു, അങ്ങനെ വിളിക്കാനൊരാവശ്യം തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഉറങ്ങാനും പറ്റിയില്ല. പിന്നെ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞു, ഈശോയുടെ പീഡാനുഭവം അത് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഈശോ കാണിച്ചു തരികയാണ്, ആ പീഡാനുഭവ ചരിത്രം. എന്നിട്ട് അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പീഡാനുഭവ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പീഡാനുഭവ ചരിത്രം, ഈശോയുടെ കുരിശിൻ്റെ വഴിയിലെ ജീവിത ചരിത്രം, അത് കുരിശിൽ അവസാനിക്കുന്നില്ല. അത് ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? ഉത്ഥാനത്തിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉത്ഥാനത്തിലാണ്. ഈശോ കുരിശിൽ തന്നെ ഇന്നും കിടക്കുന്നില്ല. കുരിശിൽ കിടന്നാലും ഈശോ വീണ്ടും ഉത്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പം നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്തുണ്ട്? ഉത്ഥാനമുണ്ട്. നമ്മൾ ഉത്ഥാനത്തിൻ്റെ മക്കളാണ്. നമ്മൾ എന്നും കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല. പ്രശ്നങ്ങൾ, രോഗങ്ങൾ, തകർച്ചകളൊക്കെ തരും. അത് ഈശോയുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതിലൂടെ നമ്മളെ കൊണ്ടുപോകും. പക്ഷേ നമ്മൾ ഉത്ഥാനത്തിൻ്റെ മക്കളാണ്. ഇനി ഉത്ഥാനം കൊണ്ടും നിൽക്കുന്നില്ല. ഈശോ എന്ത് ചെയ്തു? സ്വർഗ്ഗാരോഹണം ചെയ്തു. അപ്പോൾ നമുക്കും എന്തുണ്ട്? ആ സ്വർഗത്തിലേക്കൊരു ആരോഹണമുണ്ട്. അപ്പോൾ എൻ്റെ തകർച്ചകളിൽ, സഹനങ്ങളിൽ, രോഗങ്ങളിൽ എനിക്ക് എവിടെ ഉണ്ട് സ്ഥലം? സ്വർഗം. അപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചവരാണ്. അപ്പോൾ ഈ ഒരു അനുഭവം എന്നെ കൊണ്ടുപോയത് 3 മാസമാണ്. 3 മാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഒരു അതിശയോക്തിയും പറയുന്നതല്ല, എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അത് ഇവിടെയുള്ളവർക്കറിയാം. കാരണം എന്താണ്? ഈ പീഡാനുഭവ രഹസ്യങ്ങൾ ഒന്നൊന്നായി കാണിച്ചു തരികയാണ്. അതിനുശേഷം അവസാനം കൊണ്ട് നമ്മളെ എത്തിക്കുന്നത് ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലാണ്. ഈ 3 മാസം നമ്മൾ കിടക്കാനേ പറ്റിയിട്ടില്ല. പകലും പറ്റുന്നില്ല, രാത്രിയിലും പറ്റുന്നില്ല. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഈശോ ക്രൂശിതനായ ഈശോ മുമ്പിൽ നിൽക്കുകയാണ്, ഉത്ഥാനത്തിൻ്റെ അനുഭവമായി. ഇനി അത് മാത്രമല്ല, ഞാൻ ചോദിച്ചു, ഈശോയെ എന്തിനാണ് ഇങ്ങനെ ഒരു അനുഭവം തന്നത്? അപ്പോൾ പ്രിയപ്പെട്ട, ഞാൻ ഈ ശുശ്രൂഷ മേലേക്ക് കടന്നു വന്നിട്ട് 42 വർഷമായി. സിസ്റ്ററായിട്ട് ഞാൻ CMC സഭയിൽ വന്നൊരു CMC സിസ്റ്ററായിട്ട് 43 വർഷമായി. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ശുശ്രൂഷ മേഖല. അതിനു മുമ്പേ നമ്മൾ വീട്ടിൽ വെച്ച് തുടങ്ങിയാൽ നമുക്ക് ഇത്രയും അറിവില്ല. പക്ഷേ മാതാപിതാക്കൾ ഓരോന്ന് പറഞ്ഞു തരും. പക്ഷേ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏതൊക്കെ വ്യക്തികൾ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടോ ആ വ്യക്തികളിലെ മുഖം ഈശോ കാണിച്ചു തരികയാണ്. മരിച്ചു പോയവരുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥിച്ച അനുഗ്രഹം, ഒത്തിരി പേര് അനുഗ്രഹം സ്വീകരിച്ച് രക്ഷപ്പെട്ടവരുണ്ട്, വലിയ മാനസാന്തരങ്ങൾ നടന്നിട്ടുള്ള വ്യക്തികളുണ്ട്. ഇവരെല്ലാം ഒന്നൊന്നായി ഈശോ കാണിച്ചു തരികയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ പോലും ഈശോ കാണിച്ചു തരികയാണ് ഈ 3 മാസത്തിനുള്ളിൽ. കാരണം എന്താണ്? ഈശോയുടെ പീഡാനുഭവ ചരിത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളുകളിൽ ഇനി നമ്മൾ ആർക്കൊക്കെയാണ് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇനിയും പ്രാർത്ഥനയുമായി കടന്നു വരുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് വേദി ഒരുക്കി തരികയാണ് ഈ സഹനത്തിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. അത് ചാടിക്കിടന്നു. അതുപോലെ ജോബ് പറഞ്ഞെന്താണ്? എനിക്ക് വേണ്ടി ന്യായം നടത്തി തരുന്നവൻ ഇന്നും ജീവിക്കുന്നു, ഇന്ന് നിലകൊള്ളും, എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ നിലകൊണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ചാടിക്കിടക്കുവാൻ, അതിജീവിക്കുവാൻ നമ്മൾ നോക്കേണ്ട ഒരൊറ്റ മുഖമാണ് ക്രൂശിതനായ ഈശോയുടെ മുഖം, ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം, സ്വർഗാരോപണം ചെയ്ത ഈശോയുടെ മുഖം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ചെറുതും വലുതുമായ ജീവിത പ്രശ്നങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, കടബാധ്യതകളിലൂടെ, മക്കളുടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചുകൊള്ളുക, അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകത്തെ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് വിശ്വാസമില്ലാതെ അധപ്പതിച്ചു പോകുന്ന യുവാക്കന്മാർക്ക് വേണ്ടി, ബാലന്മാർക്ക് വേണ്ടി, കൗമാര പ്രായക്കാർക്ക് വേണ്ടി ഈശോ എനിക്ക് വേണ്ടി നീട്ടിത്തരുന്ന ഓരോ മുത്തുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വലിയ അഭിഷേകമായിട്ട് ഈശോ തരും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഈശോ വിലയിടുകയാണ്. എങ്ങനെയാണ് വിലയിടുന്നത്? സഹനത്തിലൂടെ, പ്രത്യാശ നൽകിക്കൊണ്ട്. ഹല്ലേലൂയാ,
ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 6 മാസം ഞാൻ ഓർക്കുക, ഓപ്പറേഷൻ ചെന്ന ICU കിടക്കുമ്പോഴോ നീണ്ട ഒരു നിര നിൽക്കുകയാണ്. കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്റർ എന്ന് പറഞ്ഞു. കാരണം ഞാൻ പഠിപ്പിച്ചതിൻ്റെ സ്റ്റുഡൻ്റാണ്, കുട്ടികളാണ്. അവിടെ അധികം ആൾക്കാരും നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. അവർക്ക് നമ്മളെ പരിചയമുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് പകുതി കണ്ണു തുറക്കും, പകുതി ബോധം വരും. അപ്പോൾ അവർ ഓരോ കാര്യം പറയും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. അങ്ങനെ കടന്നു വന്ന മുഴുവൻ മക്കളും അനുഗ്രഹം പ്രാപിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹം. ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഈശോ വല്ല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. എന്തിനാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്? നമ്മൾ എത്രയോ വർഷം ഇവിടെ വന്ന് വചനം കേട്ടു, എത്രയോ വർഷം ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു, എത്രയോ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. എനിക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ കുടുംബത്തിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താണ് എന്നെ ഈശോ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം? അത് ചെറുതൊന്നുമല്ല. അതായത് നമ്മളിലൂടെ അനേകർ രക്ഷ പ്രാപിക്കണം, നമ്മളിലൂടെ അനേകർ മാനസാന്തരത്തിലേക്ക് കടന്നു വരണം, നമ്മളിലൂടെ അനേകർ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈശോയുടെ വചനം കേൾക്കാൻ, ഈശോയുടെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള മക്കളായിട്ട് കടന്നു വരണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആത്മാക്കളെ ഉത്തരവാദിത്വം എന്താണ്? എനിക്ക് ഇത്രയും നാൾ കിട്ടിയത് ഞാൻ പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ ശക്തിയോടെ കിട്ടിയത് മുഴുവൻ ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളവരല്ല നമ്മൾ പ്രേക്ഷിതരാണ്. എനിക്ക് കിട്ടിയത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ജീവിത നിയോഗമാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ജീവിത നിയോഗം നമ്മൾ അത് പൂർത്തീകരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വെച്ച് തന്നെ ഒരു സ്വർഗത്തിൻ്റെ അനുഭവം എനിക്ക് ലഭിക്കുക. ഈ സ്വർഗത്തിൻ്റെ അനുഭവം ഇവിടെ വെച്ച് ലഭിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ അതിജീവിച്ച് എനിക്ക് വരാനിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇവിടെയല്ല എൻ്റെ യുഗം, ഇവിടെ കൊണ്ട് ജീവിച്ചു തീർക്കേണ്ടതല്ല. നമ്മൾ ഓരോരുത്തരും എനിക്ക് അനേക ആത്മാക്കളെ എന്നോടൊപ്പം സ്വർഗത്തിൽ കൊണ്ടുപോകാനുണ്ട് എന്നൊരാഴമായ ബോധ്യം കർത്താവ് എനിക്ക് നൽകുന്നത്. കരമുയർത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് വരെ കടന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, തകർച്ചകൾ, വെല്ലുവിളികൾ അത് അഭിഷേകമാക്കാനുള്ള സമയമാണിപ്പോൾ, അത് കൃപയാക്കാനുള്ള സമയമാണിപ്പോൾ. ആരുടെയെങ്കിലും മനസ്സിൽ വേദനയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനെ അഭിഷേകമാക്കിക്കൊള്ളുക. ആരുടെയെങ്കിലും മനസ്സിൽ ദുഃഖമായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനെ കൃപയാക്കി മാറ്റുക. ആരുടെയെങ്കിലും മനസ്സിൽ തകർച്ചയുണ്ടെങ്കിൽ അതിനെ വിശ്വാസമാക്കി മാറ്റുക. ആരുടെയെങ്കിലും മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യാശയാക്കി മാറ്റുക. എല്ലാവരും കരമുയർത്തട്ടെ. നിങ്ങളുടെ വസ്തുവകകൾ, നിങ്ങളുടെ സഹനങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ മക്കൾ, എല്ലാവരും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് വരെ എനിക്ക് കിട്ടിയ എല്ലാ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാകട്ടെ, എല്ലാം പ്രത്യാശയുള്ളതാകട്ടെ. ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. സ്വരമുയർത്തി വിളിക്കട്ടെ, ഈശോയേന്ന് വിളിക്കുക. പോരാ, ഇതിനൊരു ഉത്ഥാനമുണ്ട്. എൻ്റെ ജീവിതത്തിനൊരു ഉത്ഥാനമുണ്ട്. ശക്തിയോടെ വിളിക്കാമോ? എൻ്റെ ജീവിതത്തിന് ഉത്ഥാനമുണ്ട്. എൻ്റെ തകർച്ചയ്ക്ക് പ്രത്യാശയുണ്ട്. എനിക്കുമുണ്ടൊരു സ്വർഗം. ഞാൻ തന്നെ സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ അയൽവക്ക പ്രശ്നവുമായിട്ട് തർക്കത്തിലിരിക്കുന്ന 1-2 വ്യക്തികളുണ്ട്. ആ മേഖലയിൽ കർത്താവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആരാന്ന് പറയുന്നില്ല. പിന്നെ നമുക്ക് ക്ഷമിക്കാൻ, ചില വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ട്. ആ മേഖലയിലും കർത്താവ് ക്ഷമയുടെ കൃപ നൽകി ഈശോ അനുഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ ചില അസ്വസ്ഥതകൾ ഉള്ളിൽ കിടക്കുകയാണ്. എങ്ങനെ ഇനി ജീവിക്കും? അല്ല നമ്മൾക്ക് പൂർവ്വർ വഴിയുള്ള സ്വത്ത് എനിക്ക് കിട്ടുമോ? അങ്ങനെ ഭാരപ്പെടുന്ന മക്കളെയും ഈശോ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുക്കൽ പല 100 പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രശ്നങ്ങളെ ഉത്ഥാനത്തിലേക്ക് നയിക്കാൻ എനിക്ക് സാധിക്കണം. അവിടെയാണ് നമുക്ക് അനുഗ്രഹം നൽകുന്നത്. ഞാൻ ഓർക്കുന്നത് ഈ അടുത്ത നാളുകളിലെല്ലാം ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാരെ കർത്താവ് പറഞ്ഞു വിടുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചു. അത് മറ്റൊരു പ്രാർത്ഥനയുമല്ല. ഏതാണെന്ന് അറിഞ്ഞോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞതാ, എൻ്റെ കോടിക്കണക്കിന് കടബാധ്യത സിസ്റ്റർ, ഞാൻ മടുത്തു. ഇനി ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. 3 മക്കളുമുണ്ട്, അവർക്ക് ജോലിയുണ്ട്, ജോലിയൊന്നും ആയില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കോടിക്കണക്കിന് കടബാധ്യത അതെങ്ങനെ അത് ചെയ്തു തീർക്കും? ഭയങ്കര അസ്വസ്ഥത. ഞാൻ ചേട്ടൻ പറഞ്ഞു, 33 സ്വർഗസ്നായ പിതാവേ ചെല്ല്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ, അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ നമുക്ക് അന്നു വേണ്ട ആഹാരം കർത്താവ് തരും. നമ്മുടെ കടത്തിൽ ഇടപെടാൻ മതിയായവൻ എൻ്റെ കർത്താവ്. എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മതിയായവൻ എൻ്റെ കർത്താവാണ്. എൻ്റെ പ്രശ്നത്തിൻ്റെ വലിപ്പമല്ല ഈശോയ്ക്കുള്ളത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ഈശോ. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ, എൻ്റെ സ്വർഗസ്നായ പിതാവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രശ്നമല്ല, അത്രയും വലിപ്പമല്ല, അത്രയും വില എൻ്റെ ദൈവത്തിന് ഇടരുത്.
എൻ്റെ ദൈവം വലിയവനാണ്, അവിടുന്ന് സർവ്വശക്തനാണ്, അവിടുന്ന് മതിയായവനാണ്, അവിടുന്ന് എൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുവാൻ കഴിവുള്ളവനാണ്. ഈ ഒരു വലിയ ബോധ്യത്തോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എൻ്റെ അപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ സമയോടെ ഇടപെടുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ പലരും പല പ്രശ്നമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ആരംഭിച്ചോ, സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ, മക്കൾ എന്ന നിലയിൽ അപ്പൻ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രശ്നങ്ങൾക്ക് ഉത്തരം അവിടുന്ന് നൽകി കഴിയും. എത്രയോ വ്യക്തികൾ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്, കർത്താവ് കാണിച്ചു നിന്നാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ സഹനത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന. നീ പ്രാർത്ഥിച്ചോ, അത് അനേകർക്ക് രക്ഷയുടെ വിശ്വാസത്തിൻ്റെയും അത് കവാടമായിട്ട് മാറും. അവർ ആരും നിരാശപ്പെടത്തില്ല, അവർക്കൊരു പ്രത്യാശയുണ്ട്. കരമുയർത്തി വിളിച്ച് ഈശോയേന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിക്കുക, എൻ്റെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ദാ കൂടെയുണ്ട്. സഹനങ്ങളിൽ പ്രത്യാശ നൽകുന്നവൻ കൂടെയുണ്ട്. ഇന്നും ജീവിക്കുന്ന ഈശോ ഇതാ നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എനിക്ക് വേണ്ടി ന്യായം നടത്തിത്തരുന്ന കർത്താവിത എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ചാടിക്കിടക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യ നിരയെ ഭേദിക്കും. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു വലിയ അഭിഷേകമാണ് നിങ്ങളിലേക്ക് തന്നത് ഈശോ, വലിയൊരു അഭിഷേകം. ഈ അഭിഷേകം നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. ഇന്നലെ രാത്രി ഒരു കണ്ണെന്നെ എനിക്ക് അടയ്ക്കാൻ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, ടെൻഷനൊന്നുമല്ല. വൈകിട്ട് കിടക്കാൻ നേരത്ത് ഭയങ്കര ജലദോഷം, ശക്തമായ തലവേദന. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെത്തിപ്പുഴ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല. എന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ കയറുന്ന വരുമ്പോൾ സംഗീതർ പറഞ്ഞു, സിസ്റ്റർ സംഗീത, ഞാനിന്ന് ക്ലാസ് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, കർത്താവ് എന്തെങ്കിലും തന്നാൽ ഞാൻ ചെയ്യും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ കയറിക്കോ, ദൈവം ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവാണ് ശക്തി നൽകുന്നത്, കർത്താവാണ് കൂടെ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് ഇവിടെ അനുഗ്രഹം നൽകും. അവിടെ നിന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറഞ്ഞത്, ഇതാ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് അടുത്തെത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് അടുത്തെത്തിയിരിക്കുന്നത്? അനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ടാണ്, കൃപ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പ്രത്യാശ കൊണ്ട് നിറയ്ക്കാനാണ്, വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയാണ്, സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ആരും നിരാശയിൽ വളരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ജീവിതത്തിൽ കർത്താവ് മതിയായവനാണ്. അവിടുന്ന് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. എനിക്കുമുണ്ട് ഒരു ഉന്നതമായ ജീവിതം. എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് ചുരുങ്ങിയതല്ല. സ്വർഗത്തിൽ എത്തിച്ചേരും വരെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ ചെന്നാലും വിശുദ്ധ കൊച്ചുരസ്യപ്പുണ്യത് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം റോസാപുഷ്പങ്ങൾ വർഷിച്ച് അനേകർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ കരുണയുടെ പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കും. കരുണയുടെ ജീവിതം ഞാൻ നയിക്കും. ഇവിടെ വെച്ച് തന്നെ കരുണയുടെ ജീവിതം നയിച്ച വിശുദ്ധ ഫൗസ്റ്റീന സ്വർഗത്തിൽ ചെന്നപ്പോഴും നയിച്ചത് കരുണയുടെ ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളോട് വിശുദ്ധരും രക്തസാക്ഷികളും ഇങ്ങനെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കൂടെ നമ്മൾ നടക്കണം. അവർ ഈശോയുടെ മുഖം നോക്കി നടന്നു, അവർ ദൈവത്തെ നോക്കി നടന്നു. അവർ സ്വർഗത്തിലെത്തിയെങ്കിൽ നമുക്ക് മുൻപേ പോയ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും, അവർ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. നമുക്കുമുണ്ടൊരു സ്വർഗം. ഹല്ലേലൂയ. ഈ ഒരു പ്രത്യാശയോടെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. കരമുയർത്തി വിളിച്ച് ആരൊക്കെ ഉച്ചത്തിൽ വിളിക്കുന്നുവോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ കൃപ തരാൻ പോവുകയാണ്. ആരൊക്കെ ഈശോയേന്ന് വിളിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളെ ഈശോ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആരൊക്കെ സ്വരമുയർത്തി ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ നിങ്ങളുടെ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കാൻ പോകണം, മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോകണം. ഒരു പുതിയ അഭിഷേകം തരാൻ പോവുകയാണ്. ഈ ഒരു കഴിഞ്ഞ കാലഘട്ടം 17 വർഷം ഈ ഭവനത്തിൽ നിന്ന് 10-18 വർഷം ഈ ഭവനത്തിൽ നിന്ന് നിങ്ങൾ കേട്ട വചനത്തിൻ്റെ അഭിഷേക കുത്തൊഴുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈശോ നടത്താൻ പോവുകയാണ്. എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്നെ എടുത്ത് ഉയർത്തണമേ. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വചനം കേൾക്കുന്ന വ്യക്തിയായിട്ട് മാത്രം മാറരുത്. കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ, വചനം കൊടുക്കുവാൻ എൻ്റെ നാവിൽ വചനം വെച്ച് തരണമേ. ഇതാ അനേകരുടെ നാവിൽ കർത്താവ് വചനം വെച്ച് തരുന്നു. സ്വീകരിക്കാൻ മനസ്സുള്ളവർ സ്വീകരിക്കട്ടെ. അനേകരുടെ മനസ്സിൽ സൗഖ്യത്തിൻ്റെ വരങ്ങൾ ഈശോ നൽകുന്നു. നാവിനെ വിശുദ്ധീകരിക്കുന്നു, കരങ്ങളെ വിശുദ്ധീകരിക്കുന്നു, ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നു. സ്വരം ഉയർത്തി വിളിക്കട്ടെ. ഈശോയേന്ന് വിളിക്കുക. പോരാ ശക്തിയോടെ പുത്തൻ അഭിഷേകം, പുത്തൻ കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ജീവിതത്തിൽ കോട്ടകൾ കടന്ന് മുൻപോട്ട് പോയ മറ്റൊരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. ജീവിതത്തിൽ കോട്ടകൾ കടന്ന് ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിച്ചൊരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഉയർന്നു നിന്ന ഒരു പ്രതിസന്ധി എന്താണ്? അന്യദേവ ആരാധനയാണ്. അപ്പോൾ ഏലിയ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നാൾ 2 വള്ളത്തിൽ കാലുവെക്കും? നിങ്ങൾ ബാലിനെയാണ് ആരാധിക്കുന്നത്, ബാലിൻ്റെ പുറകെ പോവും. കർത്താവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ പുറകെ പോവും. എന്നിട്ട് ഏലിയ പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ പ്രവാചകന്മാർ മരിക്കാത്തതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നടുക്കി. ഇന്ന് ജീവിച്ചിരിക്കുന്നത് ബാലിൻ്റെ പ്രവാചകന്മാരാണ്. എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 450 ബാലിൻ്റെ പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നു. അതേസമയം കർത്താവിൻ്റെ ഏക പ്രവാചകൻ ഞാൻ മാത്രമാണ്. എങ്കിലും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് വെല്ലുവിളിച്ചത്? നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇത് ജനത്തെ അറിയിക്കണം. എത്ര നാൾ നിങ്ങൾ 2 വള്ളത്തിൽ കാലുവെക്കും? 2 വള്ളത്തിൽ കാലുവെച്ച കർത്താവിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവിനെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവിനെ സേവിക്കണം. അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കാൻ പോവുകയാണ്. അവർ എന്ത് ചെയ്തു? ആഹാബ് രാജാവ് ഇസ്രായേൽ ജനത്തെയും കർത്താവിൻ്റെ പ്രവാചകന്മാരെയും അവിടെ കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. അവർ ബാലിൻ്റെ ദേവനോട് പറഞ്ഞു, ബാലദേവനോട് പറയുകയാണ്, നിങ്ങളുടെ പ്രവാചകന്മാരെ നിങ്ങൾ കൊണ്ടുപോവാ, നീ 2 കാളകളെ കൊണ്ടുപോവാ, നമുക്ക് ബലിയർപ്പിക്കാം. ഒന്നിനെ നിങ്ങൾ കഷ്ണമാക്കി വിറകടുക്കി അതിൽ നിരത്ത്, പക്ഷെ തീ കൊളുത്തരുത്. ഒന്നിനെ എനിക്കിതാ, ഞാനും കഷ്ണമാക്കി വിറകിന്മേൽ വെക്കാം, ഞാനും തീ കൊളുത്തത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ബാലദേവനെ വിളിക്ക്, ഞാൻ എൻ്റെ ജീവിക്കുന്ന കർത്താവിനെ വിളിക്കാം. ഇതിലാരാണ് യഥാർത്ഥ ദൈവം എന്ന് തെളിയിക്കാൻ പോവുകയാണ്. അഗ്നി അയച്ച് പ്രാർത്ഥന കേട്ട് ഈ ദഹന വസ്തുക്കളെ ദഹിപ്പിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആരംഭിക്കുക. നിങ്ങൾക്ക് 450 പേരുണ്ടല്ലോ, ഞങ്ങൾക്ക് ചെറിയൊരു സംഖ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാളയെ കൊണ്ടുവന്നു, അതിന് വെട്ടി ഞുറുക്കി വിറകടുക്കി അതിന് മുകളിൽ ഈ കഷ്ണമാക്കി കാളയെ നിരത്തുകയാണ്. ഏലിയ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആരംഭിച്ചു. പ്രഭാതം തുടങ്ങി മധ്യാഹ്നം വരെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. ദഹനബലിയുടെ സമയമായിട്ടും ഒരത്ഭുതവും നടന്നില്ല. അപ്പോൾ ഏലിയ എന്ത് പറഞ്ഞു? പ്രകോപിപ്പിക്കുകയാണ്. പറഞ്ഞുവിടാം, ദേവൻ, നിങ്ങളുടെ ദേവൻ എന്തിനേലും വിശ്രമിക്കാൻ പോയി കാണും, ഭക്ഷണം കഴിക്കാൻ പോയി കാണും. നിങ്ങൾ ഉച്ചത്തിൽ വിളിക്കുക, ഇങ്ങനെ തൂങ്ങിയിരിക്കരുത്. ഉച്ചത്തിൽ സ്വരമുയർത്തി വിളിക്കുക. പ്രിയ സഹോദരങ്ങളെ, അവരെല്ലാം സ്വരമുയർത്തി വൈകുന്നേരം വരെ, പ്രദോഷം വരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അവർ സ്വയം മുറിവേൽപ്പിക്കാൻ തുടങ്ങി. വാളും കുന്തവും കൊണ്ട് സ്വന്തം ശരീരത്തിൽ കുത്തിമുറിപ്പിച്ച് രക്തം ഒഴുക്കാൻ തുടങ്ങി. സ്വയം മുറിവേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഏലിയ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇസ്രായേൽ മക്കളെല്ലാം ഒരുമിച്ച് വാ. അവരൊരുമിച്ച് കൂടി. പ്രിയ സഹോദരങ്ങളെ, യാക്കോബിൻ്റെ 12 മക്കളുടെ ഗോത്രസംഖ്യ അനുസരിച്ച് 12 കല്ലെടുത്തു. ഏലിയ പറഞ്ഞതനുസരിച്ച് അവർ വിറകടുക്കി, കല്ല് നിരത്തി. ഈ 12 കല്ലിൻ്റെ മുകളിൽ വിറകടുക്കി ഒരു കാളയെ കഷ്ണമാക്കി നിരത്തി വെക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്തത്? ഏലിയ പറഞ്ഞു, 4 കുടം വെള്ളം കൊണ്ടുവരിക. 4 കുടം വെള്ളം കൊണ്ടുവന്ന് ചാലിലൊഴിച്ചു, ഈ ദഹനബലി വസ്തുവിലൊഴിച്ചു, കല്ലിലൊഴിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ആ ബലിപീഠം ചുറ്റും വെള്ളം കൊണ്ട് നിറഞ്ഞു, ചാല് നിറഞ്ഞു. എന്നിട്ട് ഏലിയ എന്താ ചെയ്തത്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഏലിയ ചെയ്തതാണ്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞാൻ അങ്ങയുടെ ദാസനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഈ ദാസൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. അങ്ങ് കൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്, ഈ ദഹനബലി വസ്തുവിൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അങ്ങ് അഗ്നി അയച്ച് ദഹന ബലി വസ്തുക്കളെ ദഹിപ്പിച്ച് നീയാണ് ജീവിക്കുന്ന ദൈവമെന്ന്, കർത്താവാണ് ദൈവമെന്ന് ഈ ജനം മനസ്സിലാക്കി തിരിഞ്ഞു പോയവർ, അതായത് ദൈവത്തെ ഉപേക്ഷിച്ച് പോയവർ, ബാലിൻ്റെ പുറകെ പോയവർ തിരിച്ചു വരണം. അവർ തീയൊന്നും കത്തിച്ചില്ല, അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദഹന ബലി വസ്തുവിൻ്റെ അടുത്ത് വന്ന് ഈ ഏലിയ പ്രാർത്ഥിച്ചു, ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ബലിവസ്തുക്കളെ മുഴുവൻ ദഹിപ്പിച്ചു. മാത്രമല്ല കല്ലും മണ്ണും എല്ലാം ചാമ്പലായി. ആ ചാലിലെ വെള്ളം വറ്റിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ട് ദൈവജനം വിളിച്ചു പറഞ്ഞത് എന്താണ്? കർത്താവ് മാത്രം ദൈവം. കരമുയർത്തി വിളിച്ചു പറഞ്ഞേ, നമ്മുടെ സമയമായത്. കർത്താവ് മാത്രം ദൈവം. പറഞ്ഞോളുക, കർത്താവ് മാത്രം ദൈവം. ഈ ശക്തി പോരാ, ഇതാ ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ അടുക്കൽ. അന്ന് നമ്മൾ വിചാരിക്കണം, അന്യ ദൈവാരാധന നടന്നിരുന്ന ബാലിൻ്റെ ദേവനെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ്, ജീവനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഏലിയ പ്രവാചകൻ ജീവിച്ചത്. ഈ അഗ്നി ഇറക്കി കർത്താവിനെ വിളിച്ചു വരുത്തി ഇസ്രായേൽ ജനത്തെ ബോധ്യപ്പെടുത്തത്, ബാലിൻ്റെ ദേവന്മാരെ ബോധ്യപ്പെടുത്തത്, ജസബൽ രാജ്ഞിയെ ബോധ്യപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജീവിക്കുന്ന ദൈവം ഇപ്പോൾ നമ്മുടെ അടുക്കലുണ്ട്. കരമുയർത്തി ജീവനോടെ വിളിച്ച്, സ്വരമുയർത്തി വിളിക്കുക, ഈശോയേന്ന് വിളിച്ച് ശക്തിയോടെ വിളിക്കുക. ജീവിതത്തിൻ്റെ കോട്ടകൾ തകരട്ടെ, പ്രശ്നങ്ങളുടെ കോട്ടകൾ തകരട്ടെ, മദ്യപാന ആസക്തിയുടെ കെട്ടുകൾ ഇപ്പോൾ തന്നെ തകരട്ടെ. ഇതാ ജീവിക്കുന്ന കർത്താവ്, നമ്മുടെ കർത്താവ് മാത്രമാണ് ദൈവം. കടബാധ്യതകളുടെ കെട്ട് യേശുനാമത്തിൽ അറിയട്ടെ. രോഗമേഖലയുടെ കെട്ടുകൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നു. പ്രാർത്ഥിക്കട്ടെ. എല്ലാ അശുദ്ധിയുടെ കെട്ടുകൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂലപാപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മടുപ്പിൻ്റെയും ആത്മഹത്യാ പ്രവണതയുടെയും എന്നെ ഒന്നിനും കൊള്ളുകയില്ലെന്ന അപകർഷ ബോധത്തിൻ്റെയും അന്ധകാര ശക്തികളുടെയും പൈശാചിക സ്വാധീനങ്ങളുടെയും മൊബൈൽ ഫോൺ അടിമത്തത്തിൻ്റെയും കെട്ടുകൾ യേശുനാമത്തിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം സ്വീകരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഇപ്പോൾ തന്നെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവം ബാലിൻ്റെ ദൈവമല്ല, യഥാർത്ഥത്തിലുള്ള ദൈവം കർത്താവ് തന്നെ. കർത്താവാണ് എൻ്റെ രക്ഷകൻ, ഈശോയാണ് എൻ്റെ രക്ഷകൻ, ഈശോയാണ് എൻ്റെ ദൈവം, ഈശോയാണ് എൻ്റെ വിമോചകൻ, ഈശോയാണ് എനിക്ക് സൗഖ്യം നൽകുന്നത്, ഈശോയാണ് എൻ്റെ വിടുതൽ. കരമുയർത്തി വിളിക്കട്ടെ. പോരാ പോരാ, കെട്ടഴിയട്ടെ. ദേശത്തെ വിശദീകരിക്കട്ടെ, കുടുംബങ്ങളെ വിശദീകരിക്കട്ടെ. സൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. കടബാധ്യതകളുടെ കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധ നാമത്തിന്റെ ശക്തി ഇവിടെ നിറയട്ടെ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ജീവിക്കുന്ന കർത്താവ്, കല്ലോല കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പോര കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയട്ടെ. ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് ഈശോ സൗഖ്യം നൽകുകയാണ്. വലിവ് രോഗ ശ്വാസമുട്ടലിൻ്റെ മേഖലയിൽ അസ്വസ്ഥപ്പെടുന്ന മക്കളെ ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. പ്രാർത്ഥിച്ചോളുക. വലിയ വിടുതൽ സൗഖ്യം ഈശോ നൽകുകയാണ്. വാഹന അപകടത്തിൽപ്പെട്ട് നടുവിന് ക്ഷതമേറ്റ മകന് ഈശോ സൗഖ്യം നൽകുകയാണ്. അങ്ങനെയുള്ളവരിന്ന് കരമുയർത്തിക്ക്. ഷോൾഡർ പെയിൻ, സ്പോണ്ടിലോസിസ് മേഖലയിൽ വേദനയുള്ളവർ, അവർക്ക് നിങ്ങൾക്ക് സൗഖ്യം നൽകുകയാണ്. ഉദരസംബന്ധമായ രോഗമുള്ള വ്യക്തികൾക്ക് ഈശോ വിടുതൽ സൗഖ്യവും നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. വെറുപ്പിൻ്റെ കെട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുടെ ഭാരവുമായിട്ട് നടക്കുന്ന വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെയൊക്കെ ഈശോ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. കാരണം കർത്താവ് മാത്രമാണ് ദൈവം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ, കർത്താവ് മാത്രമാണ് ദൈവം, കർത്താവ് മാത്രമാണ് ഏകരക്ഷകൻ, കർത്താവ് മാത്രമാണ് എന്റെ വിശ്വാസത്തിന്റെ വിഷയം, കർത്താവ് മാത്രമാണ് എന്റെ സൗഖ്യദായകൻ, കർത്താവ് മാത്രമാണ് എന്റെ കുടുംബത്തിന്റെ നാഥൻ, കർത്താവ് മാത്രമാണ് എന്റെ വിമോചകൻ, കർത്താവാണ് എന്നെ സ്വർഗത്തിൽ എത്തിക്കുന്നത്, എന്റെ ജീവിതം യേശുവിൽ ഒത്തുനോക്കിയുള്ള ജീവിതമാണ്, എന്റെ ജീവിതം യേശുവിലുള്ള ജീവിതമാണ്, ഈ ജീവിതം പ്രത്യാശ തരുന്ന ജീവിതമാണ്, ഈ ജീവിതം
പ്രത്യാശ നൽകുന്ന ജീവിതമാണ്. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി ജീവിക്കും. ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി ജീവിക്കും. കർത്താവിലേക്ക് നോക്കി ഞാൻ പാപം ഉപേക്ഷിക്കും. കർത്താവിനെ നോക്കി ഞാൻ പാപം ഉപേക്ഷിക്കും. കുമ്പസാരിച്ച് 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 ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കും. കുമ്പസാരിച്ച് കുമ്പസാരിച്ച് ഞാൻ പാപം ഉപേക്ഷിക്കും. കർത്താവിന്റെ ഇടയനാണ്. കർത്താവിന്റെ ഇടയനാണ്. കർത്താവിനെ സ്നേഹിക്കുന്നതും കാത്തിരിക്കുന്നതും നല്ലതാണ്. കർത്താവിനെ സ്നേഹിക്കുന്നതും നല്ലതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്ത ഈശോ ഇന്നും ജീവിക്കുന്നു. ഉത്ഥാനം ചെയ്ത ഈശോ ഇന്നും ജീവിക്കുന്നു. ഉത്ഥാനം ചെയ്ത ഈശോ എന്റെ കുടുംബത്തിലുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ ഇന്നും എന്റെ കൂടെ. ഉത്ഥിതനായ ഈശോ എന്റെ ഭവനത്തിലുണ്ട്. ഈശോ എന്റെ ഭവനത്തിലുണ്ട്. ഉത്ഥിതനായ ഈശോ എന്റെ മക്കളുടെ ജീവിതത്തിലുണ്ട്. ഈശോ എന്റെ മക്കളുടെ ജീവിതത്തിലുണ്ട്. അവിടത്തേക്ക് എനിക്ക് തരാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. അവിടുത്തെ എനിക്ക് തരാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. കർത്താവിന് എനിക്കെല്ലാം തരാൻ കഴിയും. കർത്താവിന് എല്ലാം തരാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവാണ് എന്നെ വഴി നടത്തുന്നത്. കർത്താവാണ് എന്നെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വള്ളത്തിൽ എത്ര നാൾ കാല് ചവിട്ടും? ഏലിയാ പ്രവാചകൻ ചോദിച്ചതാണ്. അന്നത്തെ ബാലിന്റെ ദേവനെ ഓർത്ത് നമ്മൾ ഇന്ന് മനുഷ്യനെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ സ്ഥാനത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ 2 വള്ളത്തിൽ കാല് വെക്കുന്നവരാണോ? എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയായെ പോലെ ഒരു വ്യക്തി ഇന്ന് നാട്ടിൽ വരണം. 2 വള്ള സുഖത്തിനും ഈ ലോകത്തിൻ്റെ സൗകര്യത്തിനും വേണ്ടി നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ 2 വള്ളത്തിൽ കാലുവെക്കുന്നവരാണ്. ദൈവം ദാനമായി നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, മക്കളെ ഓർത്ത് നന്ദി പറയാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇനിയും പോരാ പോരാ പോരാ, വരട്ടെ വരട്ടെ എന്ന് ലോകത്തിലേക്ക് നോക്കി കണ്ണുറപ്പിക്കുന്ന ഒരു മകനാണെങ്കിൽ നമ്മൾ 2 വള്ളത്തിൽ കാലു ചവിട്ടുന്നവരാണ്. എനിക്ക് എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതം കൊണ്ട്, ഒരു ചെറിയ ജീവിതം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ 2 വള്ളത്തിൽ കാലു വെക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ 2 വള്ളത്തിൽ കാലി വെക്കുന്ന വ്യക്തിയാണ്. ഈശോ ധാരാളമായി ഞാൻ ചോദിക്കുന്നതിനേക്കാൾ അധികമായി എനിക്ക് നൽകിയിട്ടും, എനിക്ക് ആവശ്യത്തിലുള്ളതിനാൽ അധികമായി എനിക്ക് ഈശോ നൽകിയിട്ടും എനിക്ക് സംതൃപ്തിയില്ലാത്തൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ, ഇന്ന് ഞാൻ പരാതി പറഞ്ഞ് പിറുപിറുക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഞാൻ 2 വള്ളത്തിൽ കാലി വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ അന്യദേവാരാധന നടത്തുന്ന വ്യക്തിയാണ്. നമ്മൾ വിചാരിക്കും അന്യദേവാരാധന എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന, ഇങ്ങനെ ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാത്തവർ അന്യദേവാരാധന നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ടല്ലേ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 തുടങ്ങിയുള്ള വചനങ്ങൾ പറയുന്നത്, നിങ്ങൾ ഒരു നിയമാധികാരി വന്ന് ചോദിച്ചല്ലോ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. സഹോദരങ്ങളെ അതുപോലെ തന്നെ ദൈവത്തെയും സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 2 വള്ളത്തിൽ കാല് വെക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ ഏലിയാ പ്രവാചകനെ പോലെ നമ്മളും ദുഃഖിക്കണം. കാരണം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. നമ്മൾ വിചാരിക്കുമോ സാരമില്ല, എനിക്കിങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, എൻ്റെ ജീവിതം ഓക്കെ, എല്ലാം ശരിയാ, ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് തരുന്നുണ്ട്, പോരാ നോ. 10 പ്രമാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഞാൻ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്ന വ്യക്തിയാണോ? എങ്കിൽ വിശ്വസ്ത പുലർത്തുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കുന്നത് ഏതിനെയാണ്? എനിക്കിഷ്ടമുള്ള വസ്തുക്കളെ, വ്യക്തികളെ, സുഖ സൗകര്യങ്ങളെ, ജീവിത നേട്ടങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ വിദേശത്ത് പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി വിദേശത്ത് നാട്ടിലും ഇവിടെയുണ്ട്. നമ്മളെല്ലാവരും അനേകർ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഒരാൾക്കെങ്കിലും ഒരു ദിവസം ദൈവത്തെ ഏറ്റുപറഞ്ഞ ഒരു വചനം കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആരെ ആരാധിക്കുന്നത്? എന്തിനാ നമ്മുടെ മക്കളെ വിദേശത്ത് വിട്ടിരിക്കുന്നത്? നമ്മുടെ സഹോദരങ്ങൾ, ജീവിത പങ്കാളി എന്തിനാ അന്യസ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുന്നത്? ദൈവത്തെ കൊടുക്കാനാ. ഇത് സാധിക്കുന്നില്ലെങ്കിൽ വെറും പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അന്യ ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ എൻ്റെ മക്കളെ പഠിപ്പിച്ചു, അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. എൻ്റെ മിടുക്ക ഒന്നുമല്ല. നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം നിൽപ്പുണ്ടോ? അത് വേറെ ആരുടെയും ചോദ്യമല്ല, കർത്താവിൻ്റെ ചോദ്യം. നീ എന്നെക്കാൾ ഉപരി ആരെയാണ് സ്നേഹിക്കുന്നത്? 2 വള്ളത്തിൽ കാല് വെക്കുന്ന ഒരു വ്യക്തിയാണോ നീ? അങ്ങനെയുള്ളൊരു കുടുംബമാണോ നീ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബലിവസ്തു ഏതാണ്? എനിക്ക് വേണ്ടി ഈശോ ബലി വസ്തുവും ബലി അർപ്പകനുമായി അർപ്പിക്കപ്പെട്ട എല്ലാ ആൾത്താരുകളിൽ നിന്ന് അർപ്പിക്കപ്പെടുന്ന ബലി, ആ ബലിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് ഉത്തരമുണ്ട്, എൻ്റെ ചോദ്യത്തിന് ഉത്തരമുണ്ട്, എൻ്റെ തകർച്ചകൾക്ക് ഉത്തരമുണ്ട്, എൻ്റെ ആന്തരിക മുറിവിന് ഉത്തരമുണ്ട്. ഹല്ലേലൂയ.
അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു ദിവസം 5.5 ലക്ഷം വിശുദ്ധ കുർബാന വിവിധ അൾത്താരകളിൽ, ലോകത്തിൻ്റെ വിവിധ അൾത്താരകളിൽ അർപ്പിക്കപ്പെടുമ്പോൾ ആ അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരമുണ്ട്, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. എനിക്ക് സ്വർഗത്തെ ലക്ഷ്യമാക്കി എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, പാപമേഖലകൾ എല്ലാം സമർപ്പിക്കുവാനുള്ള ബലിയാണത്. ഞാൻ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈശോ എന്ത് ചെയ്യും? നിത്യപിതാവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കും. അപ്പോൾ എൻ്റെ ജീവിതമാകുന്ന ആ ജീവിതത്തെ, എൻ്റെ ബലിവസ്തുവാകുന്ന ജീവിതത്തെ കർത്താവ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തെ ഉപകരണമാക്കിയാണ്. എങ്ങനെ നീ ജീവിക്കണം? നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ബലി പങ്കെടുക്കുന്നവരാ, പക്ഷെ ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് വെറുതെ കാഴ്ചക്കാരായിട്ട് കാണേണ്ടതല്ല. ജീവിതത്തിന് വില കൊടുക്കണം. എങ്ങനെ വില കൊടുക്കും? ബലിയർപ്പണമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വർഗത്തിലെത്തിക്കുന്നത്. ബലിയർപ്പണമാണ് ഈ ജീവിതത്തിൽ നമുക്ക് ശക്തി നൽകുന്നത്. അതെൻ്റെ ജീവിതത്തിൻ്റെ മുദ്രയായിട്ട് ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് വേണ്ടി ബലിവസ്തുവും ബലിയർപ്പകനുമായി അൾത്താരയിൽ അർപ്പിക്കപ്പെട്ട കാൽവരിയിൽ അതേ ബലിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ എന്നോട് ചോദിക്കുകയാണ്, നീ 2 വെള്ളത്തിൽ കാൽവെക്കുന്ന വ്യക്തിയാണോ? നിനക്ക് ജീവിതത്തിൽ സംതൃപ്തിയുണ്ടോ? ഈശോയോട് ചേർന്ന് ജീവിക്കുവാനുള്ള അഭിഷേകമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ അൾത്താരകളിൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിൻ്റെ യോഗ്യത കിട്ടും. ജീവിതത്തിൻ്റെ 365 ദിവസം 24 മണിക്കൂർ ബലിയർപ്പണം നടക്കുകയാണ്. ആ ബലിയർപ്പണത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. അവിടെയാണ് എനിക്ക് ആരോഗ്യം, അനുഗ്രഹം, കൃപ, അഭിഷേകം, വചന പ്രസംഗിക്കാനുള്ള എല്ലാ കൃപയും ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ കോട്ട ചാടിക്കിടക്കും, ഞാൻ സൈന്യനിരയെ ഭേദിക്കും. ആരുടെ സഹായത്താൽ? എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ. എനിക്ക് വേണ്ടി ന്യായം നടത്തി തരുന്നവൻ ഇന്നും ജീവിക്കുന്നു. എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തവൻ ഇന്നുമുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ ഇതാ ഇന്നും ബലിയർപ്പണ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഹല്ലേലൂയാ. കരമുയർത്തിക്ക് ഇതാ ബലിയർപ്പണത്തോട് ചേർന്ന്, ഇപ്പോൾ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണത്തോട് ചേർന്ന്, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്തെങ്കിൽ ആ ബലിയർപ്പണത്തോട് ചേർന്ന് ഇനി അടുത്ത നിമിഷം നമ്മൾ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ പോവുകയാണ്. ആ ബലിയോട് ചേർന്ന് കരമുയർത്തി നമ്മുടെ യാചനകൾ, നമ്മുടെ നിവേദനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. അത് ദഹന ബലിവസ്തുവായിട്ട് മാറണം, അനുഗ്രഹമായിട്ട് മാറണം, മാനസാന്തരമായിട്ട് മാറണം, കൃപയായിട്ട് മാറണം. കരമുയർത്തുക, സ്വരമുയർത്തുക, ഈശോയെ എന്ന് വിളിക്കുക. പോരാ ശക്തിയോടെ വിളിക്കട്ടെ, അഭിഷേകമായി വിളിക്കട്ടെ, വലിയ കൃപയായിട്ട് മാറട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ ശക്തിപ്പെടുത്തുന്ന അൾത്താരയിലെ ബലി, ആ ബലി ഞാൻ പങ്കെടുക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ബാൽ ദേവനെ വെല്ലുവിളിച്ചല്ലോ, നിങ്ങൾ എത്ര നാൾ 2 വള്ളത്തിൽ കാൽവെക്കും? ബാലാണ് ദൈവമെങ്കിൽ ആ പുറകെ പോവും, കർത്താവാണ് ദൈവമെങ്കിൽ കർത്താവിൻ്റെ പുറകെ പോവും. ഞാൻ ആരുടെ പുറകെ പോകുന്ന വ്യക്തിയാണ്? കരമുയർത്തി ശക്തിയോടെ, സ്വരമുയർത്തി വിശുദ്ധിയോടെ. അശുദ്ധിയുടെ കെട്ടുകൾ കഴിയണം, പാപത്തിന്റെ ചങ്ങല പൊട്ടണം, വിശ്വാസത്തിന്റെ ജീവിതം നയിക്കണം. അന്ധകാര ശക്തികളുടെ കെട്ടുപൊട്ടണം. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഇടപെടണമേ കർത്താവേ, തൊടണമേ ഈശോയേ, ജീവിതങ്ങളെ പൗത്രീകരിക്കണമേ കർത്താവേ. പോരാ ശക്തിയോടെ അഭിഷേകത്തോടെ വിളിക്കുന്നു, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിന്റെ കോട്ടകളെ ചാടിക്കിടക്കാൻ വിശുദ്ധ കുർബാനയാവുന്ന ബലിയാവുന്ന അൾത്താരയുടെ വലിയപ്പം എനിക്ക് ശക്തി പകരട്ടെ. എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കട്ടെ, കൃപയും അഭിഷേകമായി മാറട്ടെ. എൻ്റെ ആദരങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, എൻ്റെ കരങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, എൻ്റെ ജീവിതങ്ങളെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതത്തിന്റെ മേഖലകൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കട്ടെ. അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമാണ്. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വലിയൊരു വിശുദ്ധീകരണം, വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം, ത്യാഗത്തിന്റെ ഒരു ജീവിതം, ബലി ജീവിതം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന, പരിത്യാഗം ചെയ്യുന്ന ഒരു ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ജീവിതം,
യേശുവേ പോരാ പോരാ, ശക്തിയോടെ അഭിഷേകത്തോടെ ഉയർത്തുന്ന കരങ്ങളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. തുറക്കപ്പെടുന്ന അതിരങ്ങളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഹൃദയവും മനസ്സും ഉയർത്തട്ടെ. നാഥനേ എല്ലാ ജീവിതങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവേ രക്ഷകാ വലിയ വിടുതൽ, വലിയ സൗഖ്യങ്ങൾ കർത്താവേ ഈശോ എന്റെ ജീവിതത്തെ എടുത്ത് ഉപയോഗിക്കട്ടെ. നാഥനേ ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലെ ഒരു ഉപകരണമാണ്. കർത്താവേ, 2 വള്ളങ്ങളിൽ കാലുവെക്കാതെ ഈശോയ്ക്ക് വേണ്ടി കാലുവെച്ച് സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് പോകാൻ എൻ്റെ കരങ്ങളെ, അതരങ്ങളെ, നാവിനെ, ജീവിതത്തെ എടുത്തുപയോഗിക്കണമേ. കരമുയർത്തി വിളിച്ച് ഈശോയേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തിയോടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സ്വരമുയർത്തി വിശ്വാസത്തോടെ, പ്രത്യാശയോടെ കർത്താവേ ഈ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരിലേക്കും വലിയ മാനസാന്തരത്തിന് കൃപ കൊടുക്കണമേ. പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേ യേശുവേ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഒരൊറ്റ വിളി വിളിച്ച ഈശോയേ. വിളിക്കട്ടെ, വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം രക്തസാക്ഷികളുടെ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. അവരെല്ലാം ജീവിതത്തിൻ്റെ കോട്ട ചാടിക്കടന്നത് എങ്ങനെയാണ്? ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടാണ്, വചനം പറഞ്ഞുകൊണ്ടാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്, സ്തോത്രഗീതം പാടിക്കൊണ്ടാണ്, ദൈവം നല്ലവനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. എത്രയോ വിശുദ്ധരുടെ ജീവിതം, രക്തസാക്ഷികളുടെ ജീവിതം. പോലിക്കാർപ്പ് എന്ന് പറഞ്ഞ വിശുദ്ധൻ്റെ ജീവിതം. ആ വിശുദ്ധനോട് പറഞ്ഞു, നീ യേശുവിനെ തള്ളിപ്പറയണം, എങ്കിൽ നിനക്ക് എല്ലാ സമ്പത്തും ഞാൻ തരാം, നിനക്ക് ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഞാൻ തരാം. പടയാളികൾ, രാജാക്കന്മാർ വന്ന് പറയുമ്പോൾ ഈ പോലിക്കാപ്പ് പറഞ്ഞത് എന്താണെന്നറിയാമോ? വിശുദ്ധനായ പോലിക്കാപ്പ് പറയുകയാണ്, ഞാൻ എന്തിനാ എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കണം? ഞാൻ 86 വർഷം ഇവിടെ ജീവിച്ചു. ആ മനുഷ്യൻ എനിക്ക് നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 86 വർഷവും ഈ പോലിക്കാർപ്പിൻ്റെ ജീവിതത്തെ നയിച്ചതും സംരക്ഷിച്ചതും ഇടപെട്ടതും കൊണ്ടു നടന്നതും എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും ശ്രദ്ധിച്ചത് എൻ്റെ നല്ല ദൈവമാണ്. പിന്നെ ഞാൻ എന്തിനാ അദ്ദേഹത്തെ തള്ളിപ്പറയണം? ആ നല്ല ദൈവത്തെ ഞാൻ തള്ളിപ്പറയണമോ? എനിക്ക് ഈ ലോകത്തിൻ്റെ ഒരു സുരക്ഷിതത്വം വേണ്ട, സമ്പത്ത് വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്നെ അത്രമാത്രം എൻ്റെ ദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പം നിൻ്റെ ജീവിതം ഞങ്ങൾ നിന്നെ കൊല്ലും, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ദൈവത്തെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ മരിക്കും. കാരണം അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അവൻ എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെയും ചോദ്യമാണ്, നമ്മുടെയും ഉത്തരമാണ്. അനേകം വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുക, രക്തസാക്ഷികളുടെ ജീവചരിത്രത്തിലേക്ക് നോക്കുക. ആരും നിരാശപ്പെട്ടിട്ടില്ല. ഇഞ്ചിഞ്ചായി അവരുടെ ശരീരത്തെ പീഡിപ്പിച്ചപ്പോഴും, ശീലസ്തംഭം ഉള്ളംകാലുകൾ മുറിവേൽപ്പിച്ചപ്പോഴും, കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് മാറ്റിയപ്പോഴും, തിളച്ചെണ്ണയിൽ ഇട്ടപ്പോഴും, ഒരു വശം കരിഞ്ഞു അല്ല ഇനി മറുവശം കൂടെ വേഗട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞവർ അല്ലാതെ ആരും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല. എവിടെ നിന്ന് കിട്ടി ഈ ശക്തി? അതുകൊണ്ടാണ് ഏലിയാ പ്രവാചകൻ പറഞ്ഞ, നിങ്ങൾ 2 വള്ളത്തിൽ കാലി വെക്കരുത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എനിക്ക് ഉദ്ധാനം ചെയ്തൊരു ഈശോയുണ്ട്. ഹല്ലേലൂയ. ഈ ഉത്ഥിതൻ്റെ മുഖത്തേക്ക് നോക്കി 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 അനുഗ്രഹം സ്വീകരിക്കേണ്ട നമ്മൾ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഉത്ഥിതനായ ഈശോയാണ്. ഈശോയുടെ മുഖത്ത് നോക്കി നമുക്ക് ആ മുഖം ധ്യാനിച്ച് അനുഗ്രഹം സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ ശക്തിയില്ല. നമ്മൾ ഓർക്കുന്നു എന്നും ഈ സുരക്ഷിതത്വത്തിൽ നമ്മൾ ജീവിക്കുമെന്ന്? ഇല്ല. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകും, രോഗങ്ങളിലൂടെ നമ്മൾ പോകാം, തകർച്ചകളിലൂടെ പോകാം. ഈശോയെ തള്ളിപ്പറയരുത്. മനസ്സിൽ പരാതികൾ വരാം, വെറുപ്പ് വരാം. ഞാൻ ഒത്തിരിയേറെ വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്,
ഓരോ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് ഏറ്റു പറയാനും. അതുകൊണ്ടല്ലേ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ 2-ാം ദിവസം ഓടിയല്ല മഗ്ദലന മറിയം ആ ശവക്കല്ലറയിലേക്ക്. നേരം വെള്ളം ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, അങ്ങനെ വചനം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന് ആദ്യത്തിൽ പറയണം, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ഓടി കല്ലറയിലേക്ക്. എന്തിനാ ഓടിയത്? അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതാ ശൂന്യമായ കല്ലറ, ഈശോയെ കാണുന്നില്ല. അവൾ കരയാൻ തുടങ്ങി. അപ്പോസ്തലന്മാർ വരുന്നതേ ഉള്ളൂ, പത്രോസും യോഹന്നാനും ഓടി വരുന്നതേ ഉള്ളൂ. അവർ നോക്കുമ്പോൾ മുഖത്ത് പൊതിഞ്ഞിരുന്ന തുവാലയും കണ്ടു, ശരീരത്തിൽ പൊതിഞ്ഞ തുണിയും കണ്ടു. അവരത് കണ്ടിട്ട് അവർ പോയി. പക്ഷേ ഈ മഗ്ദലന മറിയം എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ടിരുന്നു. അവൾക്കറിയാം, ഇവിടെ കിടക്കുന്ന ആള് എൻ്റെ ജീവനെ രക്ഷിച്ചവനാ, ഇവിടെ കിടന്ന ആള് എനിക്ക് മാനസാന്തരം നൽകിയവനാ, ഇവൻ്റെ കൂടെ വേണം എനിക്ക് സ്വർഗത്തിൽ പോകാൻ. ഞാൻ മാത്രമല്ല, അനേകർ സ്വർഗത്തിൽ പോകാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എനിക്ക് ജീവിതവും ജീവനും നൽകിയ എൻ്റെ രക്ഷകനായ കർത്താവിനെ, ഉദ്ധാനം ചെയ്ത ഈശോയെ കാണാതെ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. അവളൊരു തീരുമാനമെടുത്ത് പ്രിയപ്പെട്ട സാരങ്ങളെ ആ കല്ലറയിലേക്ക് നോക്കി കുനിഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തോട്ടക്കാരൻ എന്ന ഭാവത്തിൽ ഈശോ പുറകെ വിളിക്കുകയാണ്, നീ എന്തിനു കരയുന്നു? നീ ആരെ അന്വേഷിക്കുന്നു? ഞാൻ എൻ്റെ ജീവിക്കുന്ന ഈശോയെ, ഞാൻ ഈശോയെ അന്വേഷിക്കുക. എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പറ, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. എവിടെ കൊണ്ടാണ് വെച്ചെന്ന് പറ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ പാവപ്പെട്ട സ്ത്രീ, ഈശോയ്ക്ക് നല്ല വലിപ്പമുണ്ട്, നല്ല തൂക്കമുണ്ട്, പീഡാസഹനം സഹിച്ചാലും ആരോഗ്യമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇത്രയും വലിയൊരു വ്യക്തിയെ ഞാൻ എടുത്തുകൊണ്ട് പൊക്കൊള്ളാവുന്ന ആ സ്ത്രീയുടെ സ്നേഹം നോക്കിക്കേ. അതിൽ 10-1 സ്നേഹം നമുക്കുണ്ടോ? നമ്മൾ എത്ര കൺവെൻഷൻ കൂടി? അല്പസ്നേഹം ഈശോയുണ്ടോ? വേണം. നമ്മുടെ രോഗങ്ങളിൽ, തകർച്ചകളിൽ നമ്മൾ ഈശോയെ എടുത്ത് നമ്മുടെ അടുത്ത് വെക്കണം. എന്നിട്ട് ഈശോയോട് സംസാരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം മനസ്സിലായി ഇത് ഈശോയാന്ന്. ഒട്ടനെ ചെന്ന് ഈശോയെ ചെന്ന് കെട്ടിപ്പിടെ ഈശോ വാരിപ്പുണരാൻ തുടങ്ങി. പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല. എന്നിട്ട് ഈശോ ഒരു കാര്യം പറഞ്ഞു, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറ, എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും, എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ കരയേറാൻ പോകുന്നു എന്ന് നീ ചെന്ന് അവരോട് പറ. എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും, എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകാൻ പോകുന്നു, ചെന്ന് ശിഷ്യന്മാരോട് പറ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, അവൾ ഓടിയാണ് നടന്നത്. എങ്ങനെ പോയത്? ഒരൊറ്റ ഓട്ടം. ഹൃദയം മുഴുവൻ ഈശോയാ, മനസ്സ് മുഴുവൻ ഈശോയാ, കണ്ണു നിറയെ ഈശോയാ, ജീവിതം മുഴുവൻ ഈശോയാ. ഇത് പറയണം. ഒരൊറ്റ ശ്വാസത്തിൽ ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ ഈശോയെ കണ്ടു. ഹല്ലേലൂയാ. ഇതാണ് കോട്ട മറികടക്കുന്ന മേഖല. ഞാൻ ഈശോയെ കണ്ടു. ജീവിതത്തിൽ എത്ര വർഷമായി നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കരയിൽ ഈ ലോകത്ത് എൻ്റെ ഈശോയെ ഞാൻ നേർക്ക് നേർ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഈശോയെ ഞാൻ വാരി പുണർന്നിട്ടുണ്ടോ? എൻ്റെ ഈശോയെ ഞാൻ കരങ്ങളിൽ എടുത്തിട്ടില്ലേ? എൻ്റെ ഈശോയോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഈശോയുടെ മുമ്പിൽ എനിക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഈശോ ഇന്നും ജീവിക്കുന്നവനാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ ഈശോയെ കണ്ടു. ഈശോ പറഞ്ഞു വിട്ടത് എന്താ? എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും, എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും അടുക്കലേക്ക് ഞാൻ കരയേറുന്നു എന്ന് നീ ചെന്ന് എൻ്റെ ശിഷ്യരോട് പറ. അവൾ അതൊന്നും പറഞ്ഞില്ല. ഞാൻ ഈശോയെ കണ്ടു. ഇതാണ് ഒരു ക്രിസ്ത്യാനി, ഇതാണ് ഒരു ദൈവമകൻ. ഇത് അനുഭവിക്കാനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ അനുഭവത്തിലൂടെ പോകാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, കടബാധ്യത, രോഗങ്ങളെല്ലാം. ഇത് ഞാൻ മറ്റുള്ളവരോട് പങ്കുവെക്കാനാണ് എൻ്റെ ജീവിതത്തെ ഈശോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയാ. ഇത് മുഴുവൻ ഞാൻ കേട്ടിട്ട് അടുക്കളയിൽ കൊണ്ടേ വെക്കാനുള്ളതല്ല, ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനുള്ളതല്ല. ഞാൻ ഈ കേൾക്കുന്ന കാര്യം അനേകരോട്, ഇന്നൊരു 100 പേരോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. എത്ര വർഷത്തെ സമ്പത്ത് നിങ്ങളുടെ ഉള്ളിൽ കേട്ടി വെച്ചിട്ടുണ്ട്? ആരോടെങ്കിലും തുറന്നു വിട്ടിട്ടുണ്ടോ? തുറന്നു വിട്. ഇത് അകത്തിരുന്ന് പൊട്ടിപ്പോകും, വീർപ്പ് മുട്ടും. ഞാൻ കേട്ടത് മുഴുവൻ മറ്റുള്ളവരോട് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അറിയിക്കണം. ഇനി ഒത്തിരി സമയമില്ല, മാറ്റിവെക്കാൻ സമയമില്ല. ഇത് അവസാന സമയമാണ്. ഇനി അടുത്തൊരു കൺവെൻഷൻ വന്ന് കൂടുമെന്ന് എങ്ങനെ അറിയാം? ഞാൻ ഉൾപ്പെടെ ഇതെൻ്റെ അവസാന കൺവെൻഷനാണെന്ന് വിചാരിക്കുക. കൊടുക്കാവുന്നവർ മാക്സിമം കൊടുക്കുക. അയൽവക്കക്കാരോടും മക്കളോടും ദൂരെയുള്ളവരോടും അന്യമതസ്ഥരോടും ഒക്കെ ഈശോയുടെ കാര്യം പറ. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വഴി ഏതെങ്കിലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വഴി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടോ? ഞാൻ വഴി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ? നിങ്ങളെല്ലാം ചെയ്തിട്ടുള്ളവരാ, എനിക്കറിയാം. പക്ഷേ എൻ്റെ ഈശോയെ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഈശോയെ കണ്ടു. അതാണ് ആ മഗ്ദലന മറിയം പറഞ്ഞത്. എനിക്ക് ഈശോയെ ഓരോ കൺവെൻഷൻ വരുമ്പോഴും, ഓരോ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴും, ഓരോ ദിവസവും നമ്മൾ ഒരുമിച്ച് കൂടി വചനം പങ്കുവെക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കേണ്ടത്, കണ്ണുകളിൽ ജ്വലിച്ച് നിൽക്കേണ്ടത്, അധരങ്ങളിൽ ജ്വലിച്ച് നിൽക്കേണ്ടത് എൻ്റെ ഈശോയെ ഞാൻ കണ്ടു എന്ന വാർത്ത മറ്റുള്ളവരോട് പറയാനും അതെനിക്ക് അനുഭവിക്കാനുമായിരിക്കണം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നമ്മൾ 1 യോഹന്നാൻ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ.
അവർ പറഞ്ഞെന്താ? ആദിയിലുണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ കർത്താവിനെ കണ്ടു, കർത്താവിനെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കർത്താവിനെ സ്പർശിച്ചു. കണ്ടതും കേട്ടതും സ്പർശിച്ചുമായ ജീവൻ്റെ വചനം നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നു. ഇതാ അപ്പോസ്തലൻ പറഞ്ഞത്. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അത് തുടങ്ങി 3 വചനങ്ങൾ നമ്മൾ വായിക്കുന്ന ഇതാ: ജീവനുള്ള ദൈവത്തെ, ഞങ്ങൾ കണ്ടതും കേട്ടതും ഉള്ള ജീവൻ്റെ വചനത്തെ നിങ്ങളെ അറിയിക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ ദർശനങ്ങളെ, കോട്ടകളെ ചാടിക്കടക്കാനുള്ള അവസരം. ഇങ്ങനെ വേണം. ആ മേഖലയിലാണ് കർത്താവ് നമുക്ക് കൃപ നൽകുന്നത്. നിങ്ങൾ അനേകം വ്യക്തികളെ രക്ഷിച്ചിട്ടുണ്ട്, ഈശോയെ നേർക്ക് കണ്ടിട്ടുണ്ട്, ഈശോയോട് സംസാരിച്ച വ്യക്തികൾ അവിടെ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അനുഭവമാണ്, അതെൻ്റെ ഹൃദയത്തിൽ. നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിന് ഒരു കുളിർമയുണ്ടല്ലോ, ആ ഒരു കുളിർമ, ആ ഒരു സ്നേഹാനുഭവം, അതിനുവേണ്ടി ഏത് ത്യാഗം തയ്ക്കാൻ, അതിനുവേണ്ടി ഏത് വെല്ലുവിളികളെ നേരിടാനുള്ള അഭിഷേകം എനിക്ക് കിട്ടുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഈശോയെക്കുറിച്ച് ഒരാളോട് പറയാതെ ഇനി ഞാൻ അന്ത്യം ഉറങ്ങിയല്ല എന്നൊരു തീരുമാനമെടുക്കാൻ മാത്രം എൻ്റെ ഉള്ളിൽ ആ ഒരു തീ കത്തിജ്വലിക്കുന്നുണ്ടോ? അഗ്നി ഇറക്കി, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി പ്രാർത്ഥന കേൾക്കുന്ന ദഹനവസ്തുക്കളെ ദഹിപ്പിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ഏലിയ പ്രവാചകൻ വെല്ലുവിളിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ആൾത്താരുടെ ബലിയിലും അഗ്നി ഇറക്കുകയാണ്. പരിശുദ്ധാത്മാവുന്ന അഗ്നി ഓരോ കുടുംബ പ്രാർത്ഥനയിലും സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കുകയാണ്. എങ്ങനെയുള്ള അഗ്നിയാണ് ഇറക്കുന്നത്? എന്നെ വിശുദ്ധീകരിക്കുന്ന, അനേക മക്കളെ മാനസാന്തരത്തിൽ നയിക്കുന്ന, പരിശുദ്ധാത്മാവിന് നൽകുന്ന അഗ്നിയാണ് ഇറക്കുന്നത്. ആ ഒരു അഭിഷേകത്തിൽ നമ്മൾ കടന്നു വരുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് ഉത്തരം. ഹല്ലേലൂയാ! ചാടിയിരുന്നേക്ക്. വെല്ലുവിളി നേരിടാനുള്ള അഗ്നി, പരിശുദ്ധാത്മാവാன അഗ്നി ഈശോ, ഉദ്ധിതനായ ഈശോ എനിക്ക് നൽകാൻ പോവുകയാണ്. കരമുയർത്താം. ആരെയും നോക്കണ്ട. ഇത് അഭിഷേകത്തിൻ്റെ സമയമാണ്. എന്നെ ഈശോ എടുത്ത് ഉപയോഗിക്കുന്ന സമയമാണ്. എൻ്റെ സമയമാണിത്. എനിക്ക് ഈ നിമിഷം കർത്താവ് നൽകിയിരിക്കുന്ന ഈ സമയം അഗ്നി ഇറങ്ങണം. എൻ്റെ കുടുംബത്തിൽ, ഞാനുമായിട്ട് വേണ്ടപ്പെട്ടവരിൽ, വിദൂരതയിലായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, തകർന്ന ഹൃദയങ്ങളിൽ, മദ്യപാനത്തിലിരിക്കുന്ന, അടിമത്തത്തിൽ കഴിയുന്ന മക്കളിൽ, മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരിൽ, തെറ്റായ സ്നേഹബന്ധത്തിൽ കഴിയുന്നവരിൽ, ലിവിങ് ടുഗദർ ആണല്ലോ ഇപ്പോൾ, ലിവിങ് ടുഗദർ. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളുടെ ഹൃദയത്തിൽ ഈശോയുടെ അഗ്നി ഇറങ്ങണം. ആ സമയമാണിത്. അതിനാണ് കരമുയർത്തുന്നത്, അതിനാണ് അതരം തുറക്കാൻ പോകുന്നത്, അതിനാണ് ഹൃദയം സമർപ്പിക്കാൻ പോകുന്നത്, അതിനാണ് കർത്താവ് ഈ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ സമയത്തിന് വിലയുണ്ട്. ഇത് അഭിഷേകത്തിൻ്റെ സമയമാണ്, ഇത് മാനസാന്തരത്തിൻ്റെ സമയമാണ്, ഇത് ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം ഒപ്പിയെടുക്കുന്ന സമയമാണ്. എല്ലാവരും കരമുയർത്തട്ടെ. ഇന്ന് വരെ നമ്മൾ കൂടിയ ഒരു അഭിഷേകമല്ലിത്, ഇന്ന് വരെ നമ്മൾ കണ്ട ഒരു കൺവെൻഷൻ അല്ലിത്. ഇത് ഈശോ ഇടപെടുന്ന ഒരു അഭിഷേകമാണ്, ഇടപെടുന്ന ഒരു കൺവെൻഷനാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക്, ചുറ്റുപാടുകളിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ അടഞ്ഞു കിടക്കുന്ന എൻ്റെ ഇടവകയിലുണ്ടെങ്കിൽ ഇടവകയിലെ കുടുംബങ്ങളിലേക്ക്, ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ആത്മഹത്യക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ ഹൃദയങ്ങളിലേക്ക്, മദ്യപാനത്തിന് അടിമത്തത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, എനിക്ക് ആത്മഹത്യ ചെയ്യണം ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ ഹൃദയത്തിലേക്ക് എൻ്റെ കരമുയർത്തുന്നത് ഇപ്പോൾ ശക്തിയായിട്ട് കടന്നു ചെല്ലണം. കരമുയർത്തിട്ട് അതരം തുറക്കട്ടെ, ശക്തിയായി വിളിക്കുക. മരിച്ചാൽ മരിക്കട്ടെ, എന്തിന് നമ്മുടെ ജീവിതം കാക്കുന്നു? സ്വരമുയർത്തി ഈശോയേന്ന് വിളിക്കുക. അനേകം മക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ട ചാടിക്കിടക്കണം. ഇന്ന് ജീവിക്കുന്ന, പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന, നിലവിളിക്കുന്ന ഒരു കർത്താവേ ഉള്ളൂ. അതെൻ്റെ ദൈവമാണ്, അതെൻ്റെ ഈശോയാണ്. എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത ഈശോയാണ്. ആ ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിലകൊള്ളണം. കരമുയർത്തി ചങ്കുപൊട്ട് വിളിച്ച് ഈശോയേന്ന് വിളിക്കുക. സ്വരമുയർത്തി വിളിക്കട്ടെ, അഭിഷേകത്തോടെ വിളിക്കട്ടെ. തുറക്കപ്പെട്ട എല്ലാ ആദരങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. ഈ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ മക്കളുടെ ജീവിതത്തെ അനേക വ്യക്തികളുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന വലിയൊരു വ്യക്തിയായിരിക്കും മാറ്റണമേ ഈശോയെ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ട്, ഞങ്ങളുടെ നിലവിളിക്ക് അർത്ഥമുണ്ട്. ഞങ്ങളുടെ വിളി നിലവിളിയായിട്ട് മാറണം, ഞങ്ങളുടെ കരച്ചിൽ കൂട്ടക്കരച്ചിലായിട്ട് മാറണം. അഭിഷേകത്തിൻ്റെ നിലവിളി. എല്ലാവരും കരമുയർത്തട്ടെ. സൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, വചനത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. എല്ലാവരും വിളിച്ചോളുക. മാനസാന്തരത്തിൻ്റെ അനുഭവം ഇപ്പോൾ എൻ്റെ അതരത്തിൽ, ഹൃദയത്തിൽ ലഭിച്ച് അത് അനേകരിലേക്ക് വ്യാപരിക്കട്ടെ. സ്വരമുയർത്തി ശക്തിയോടെ, വിശുദ്ധിയോടെ, ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പോരാ. എൻ്റെ കരങ്ങൾക്ക് ഈശോ ശക്തി തരിക, എൻ്റെ ഹൃദയത്തിന് ഈശോ ശക്തി തരിക. വലിയ മാനസാന്തരത്തിൻ്റെ ഒരു വേദിയായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റുക. അനേകം മക്കളെ ഈശോ ഈ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ടാണ് ഈശോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കട്ടെ, പ്രത്യാശയോടെ വിളിക്കട്ടെ, അഭിഷേകത്തോടെ വിളിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. നല്ലപോലെ കരമടിച്ച് ശക്തിയോടെ
പോരാ പോരാ, അഭിഷേകം, സൗഖ്യം, വലിയ വിടുതൽ, മാനസാന്തരങ്ങൾ. യേശുവേ യേശുവേ യേശുവേ. ഉച്ചസ്വരത്തിൽ ശക്തിയോടെ ആശുപത്രി കിടക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കണം. അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്നവർ സൗഖ്യം പ്രാപിക്കണം. യാത്രയിലായിരിക്കുന്നവർ അഭിഷേകം സ്വീകരിക്കണം. എന്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹം പ്രാപിക്കണം. എന്നോട് പ്രാർത്ഥന ചോദിച്ചവരെല്ലാം രക്ഷപ്പെടണം. യേശുവേ, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തി 2 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ. അഭിഷേകത്തോടെ വിളിച്ചേ. ഇരിക്കുക, അല്പസമയം ഇരിക്കുക. എഴുന്നള്ളിരിക്കുന്ന ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങ് തന്നെയാണ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ യാതൊരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. അങ്ങ് നൽകിയ ആകർഷണം, അങ്ങ് നൽകിയ വിശ്വാസം, അങ്ങ് നൽകുന്ന പ്രത്യാശ, അങ്ങ് നൽകുന്ന ദൈവിക സ്നേഹം, അതിൽ ആകർഷിക്കപ്പെട്ട് ഞങ്ങളെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവെ, അങ്ങ് വിളിച്ചു കൂട്ടിയിരിക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് തന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങ് തന്നെ പൗത്രീകരിക്കുകയും അങ്ങയുടെ ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, ഞങ്ങളുടെ ജോലികളെ, ഞങ്ങളുടെ പഠനങ്ങളെ,
ഞങ്ങളെ സാമ്പത്തികവും ശാരീരികവും മാനസികവും ആത്മീയവുമായ മേഖലകളെ, ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യമങ്ങളെ നിൻ്റെ സന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സമയവും കഴിവും അറിവും പ്രാർത്ഥനയും ഞങ്ങളുടെ ബന്ധങ്ങളും ഫോൺ വിളികളും പണത്തിൻ്റെ ഉപയോഗങ്ങളും ഞങ്ങളെ മറ്റുള്ളവരുമായി മനസ്സിലെ ഞങ്ങളെ സൂക്ഷിക്കുന്ന തെറ്റായ ചിന്തകളും ഒക്കെ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കുള്ള എല്ലാ വേദനകളിലും അസ്വസ്ഥതകളിലും നിരാശകളിലും നിൻ്റെ പ്രത്യാശയും നിൻ്റെ സൗഖ്യവും കൊണ്ട് നിറയ്ക്കണമേ. നിന്നിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന ഞങ്ങളെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുവാൻ ക്രിസ്തീയ സ്നേഹത്തിൽ ഞങ്ങൾ വളരട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കപ്പെട്ട് സഹനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ സാക്ഷികളായി മാറട്ടെ. അനുദിനം കുരിശുമെടുത്ത് അങ്ങ് അനുഗമിക്കുന്നവരായി തീരട്ടെ. കർത്താവേ, നിൻ്റെ വചനം ജീവിതത്തിലെ പാലിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവവചനം ആവശ്യപ്പെടുന്നത് പ്രകാരം ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വില കൊടുക്കുന്നവരായി തീരട്ടെ. വിശുദ്ധ തോമസ് മൂർനെ പോലെ ദൈവവചനം ജീവിതത്തിലെ പാലിക്കുവാൻ വേണ്ടിയിട്ട് ഒറ്റപ്പെടേണ്ടി വന്നു കഴിഞ്ഞാലും അപമാനിക്കപ്പെടേണ്ടി വന്നാലും അവഹേളിക്കപ്പെടേണ്ടി വന്നാലും അവസാനം മരിക്കേണ്ടി വന്നാലും നിന്നിൽ നിന്ന് മാറാതെ ഇരിക്കുന്നവനെ കർത്താവെ നീ മഹത്വപ്പെടുത്തുമല്ലോ. 16-ാം നൂറ്റാണ്ടിൽ മരിച്ച ഒരു മനുഷ്യനെ 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നത്, സഭ അനുസ്മരിക്കുന്നത്, ദൈവമേ നീ അനുസ്മരിക്കുന്നത് ദൈവവചനത്തോടെ നടത്തിയ സത്യസന്ധമായ കൂറാണല്ലോ. കർത്താവെ, ഞങ്ങളും ദൈവവചനം ഞങ്ങളുടേതായ മേഖലകളിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പണം നടത്തുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെ നിൻ്റെ ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ വസ്തുക്കളെയും നീ പൗത്രീകരിക്കണമേ. ഓ പ്രിയനേ, സ്നേഹമേ, പരിപാലകനേ, ദൈവമേ, സർവശക്തനേ, യേശുവേ, പരിശുദ്ധനേ, ബലവാനേ, അമർത്യനേ, സൈന്യങ്ങളുടെ രാജാവേ, പരിപാലകനേ, ഞങ്ങളുടെ വിധിയാളനേ, സർവശക്തനേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധനേ, ത്രിത്വേക ദൈവമേ, അമർത്യനേ, സൗഖ്യദായകനേ, പരിപാലകനേ, വിധിയാളനായ ദൈവമേ, സർവശക്തനേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യമേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ദൈവം തന്നെയായവനേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയനേ, ആരാധന, ആത്മാവേ, ആരാധന, ആത്മാവേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, ഈശോയേ, ദൈവം തന്നെയായവനേ, ആത്മാവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധനേ, ആരാധന, സൗഖ്യദായകനേ, ദൈവാരൂപിയേ, വരദാനങ്ങൾ ചൊരിയണമേ, ആരാധന, ദാനങ്ങൾ വർഷിക്കണമേ, ദൈവസ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ, വിശുദ്ധി തരണമേ. പരിശുദ്ധാത്മാവേ, ആരാധന, വിനയം തരണമേ, ദൈവാരൂപിയേ, ആരാധന, ആത്മാശരീരങ്ങളെ സൗഖ്യപ്പെടുത്തണമേ,
ഒരു പുത്തൻ അഭിഷേകം തരണമേ ആത്മാവേ. എന്നിൽ നിറയുന്നവനേ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നിൽ വസിക്കുന്നവനേ, ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. എന്നെ കാക്കുന്നവനേ, ഈശോയേ ആരാധന 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 ദൈവമേ, ഓ സ്നേഹമേ, ഒന്നു തൊടേണമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, ഏറ്റെടുക്കേണമേ. ആരാധന 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 ആരാധന. ഈശോയുടെ കാൽപാദം ഒന്ന് ചുംബിക്കാം നമുക്ക്. ക്രൂശിതന്റെ കാൽപാദം, നമുക്ക് വേണ്ടി മാത്രം തകർക്കപ്പെടാത്ത, 3 കുരിശിൽ തറയ്ക്കപ്പെട്ട 2 പേരുടെയും കാൽപാദങ്ങളെ തകർത്തപ്പോ ഈശോയുടെ കാൽപാദം തകർത്തില്ല. അവൻ നേരത്തെ മുൻപേ മരിച്ചു കഴിഞ്ഞിരുന്നു. ആ തകർക്കപ്പെടാത്ത ആ കാൽപാദം ഇന്നും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. 2000 വർഷത്തിന് ശേഷവും ആർക്കും തകർക്കപ്പെടാൻ സാധിക്കാത്ത വിധം സൗഖ്യദായകനായി യേശു ജീവിക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തില് സന്നിഹിതനായിരിക്കുന്നു. നിങ്ങളുടെ കരങ്ങള് ഒന്ന് നീട്ടിയാൽ നിങ്ങൾക്ക് സ്പർശിക്കാവുന്ന ദൂരത്തില് നിങ്ങളുടെ മധ്യത്തിലൂടെ നിങ്ങളുടെ സമീപത്ത് അവൻ വന്നെത്തുകയും നടന്നു പോവുകയും ചെയ്യുന്നു. ഇത് വിശ്വസിച്ചുകൊണ്ട് അവന്റെ വസ്ത്രാഞ്ചലത്തിലൊന്ന് സ്പർശിക്ക്. അവന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചവർ പോലും സൗഖ്യം നേടിയിട്ടുണ്ട്. ശരീരത്തിന്റെ മേഖലയിലെ സൗഖ്യം വേണ്ടവര് ഈശോയോട് ചോദിക്കേ, ഓ ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. അല്ല, നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനാണ് തോന്നുന്നതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. എൻ്റെ മക്കളെ, പൊന്നുമക്കളെ, നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു നിയോഗമുണ്ട്. അത് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയാണ്. കർത്താവിൻ്റെ ശരീരം, അവൻ്റെ മൗതിക ശരീരമാകുന്ന സഭ ഇനിയും ക്ഷതമേൽക്കാതിരിക്കുവാൻ വേണ്ടി, ഇനിയും തകർക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി, പരിശുദ്ധാത്മ സ്നേഹത്തില് അവരെന്നും ഒന്നാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം ഈ ദേശത്തു നിന്ന് അകന്നു പോകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, തിരുസഭയെ സ്നേഹിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, ഭിന്നതയുടെ ദുരാത്മാക്കള് സഭയെ ആക്രമിക്കാതെ വിട്ടുപോകുവാൻ ക്രൂശിതന്റെ കാൽപാദത്തിലേക്ക് സഭയെ സമർപ്പിച്ച് വിശ്വാസത്തിൽ ഐക്യപ്പെടുന്ന ഈ സമൂഹം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോ, ഈശോയേ, ഈശോയേ, ഈശോ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ,
സീറോ മലബാർ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രൂപതകളെയും അതിരൂപതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ സ്നേഹത്തില് പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ എല്ലാവരെയും എല്ലാ കാലവും ഒന്നിപ്പിച്ചു നിർത്തണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ പ്രിയ പരിശുദ്ധനെ, ഈശോയെ എന്റെ ഈശോ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആറിപ്പോയതിനെ ഉണർത്തണമേ. മന്ദീഭവിച്ചതിനെ ബലപ്പെടുത്തണമേ. തളർന്നത് ശക്തിപ്പെടുത്തണമേ. ചിതറിയവരെ ഒന്നിപ്പിക്കണമേ. ചിതറിയവരെ ഒന്നിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, എന്തെങ്കിലും ഭാരം നമ്മുടെ ഹൃദയത്തിനുണ്ടെങ്കിൽ ക്രൂശിതനായ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാമോ? ദൈവത്തിൻ്റെ സ്വഭാവമായ ലഘുത്വത്തിലേക്ക്, ഭാരമില്ലായ്മയിലേക്ക് കർത്താവ് ഈ നിമിഷം നമ്മുടെ ഭാരങ്ങൾ അവൻ വഹിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ എല്ലാ വിധത്തിലുമുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം തിരുക്കുരിശിലേക്കൊന്ന് ചേർത്ത് വെച്ചു കൊടുത്തേ. ദൈവം നൽകുന്ന, പരിശുദ്ധാത്മാവ് നൽകുന്ന ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ലഘുത്വം നമുക്ക് സ്വന്തമാക്കാം. ഭാരമില്ലായ്മ, ദൈവിക ഭാവമാകുന്ന, ദൈവിക സ്വഭാവമാകുന്ന സ്നേഹം പോലെ തന്നെ സ്നേഹ കുളിർമയായിട്ട് ദൈവം അനുവദിക്കുന്ന ദൈവ തിരുസന്നിധിയിലെ ഭാരമില്ലായ്മ, അനേക വിശുദ്ധർക്ക് ദൈവം നൽകിയ ഭാരമില്ലാത്ത അവസ്ഥ. നമ്മൾ വഹിക്കുന്ന കുരിശിന് ഭാരമുണ്ടെങ്കിലും, നമ്മുടെ ജീവിത ഭാരങ്ങൾക്ക് തക്കതായിട്ടുള്ള ഭാരമുണ്ടെങ്കിലും, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളൊന്ന് ഭരമേൽപ്പിക്കുമ്പോൾ ആ ഭാരമൊക്കെ കർത്താവ് ഏറ്റെടുക്കുകയും ആ ഭാരങ്ങളുടെ നടുവിൽ നമുക്ക് ലഘുത്വം അനുഭവിക്കാൻ സാധിക്കും. എത്ര വലിയ ക്ലേശമാണെങ്കിലും, വലിയ ക്ലേശമാണെന്ന് മറ്റുള്ളവർ ചുറ്റിനു നിന്ന് പറയുമ്പോഴും, അവൻ വലിയ കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മറ്റുള്ളവർ ചുറ്റിനു നിന്ന് പറയുമ്പോഴും, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥത, ഭാരമില്ലായ്മ, എല്ലാവരും അനുഭവിക്കുന്നത് പോലുള്ള അസ്വസ്ഥതയും ഭാരമൊക്കെ എനിക്കുമുള്ളൂ എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കും. നമുക്കിപ്പോൾ ഭാരം തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ആ ഭാരം ഇപ്പോഴും നമ്മൾ നമ്മുടേതായിട്ട് സൂക്ഷിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വയ്ക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈശോ കരനീട്ടി പറയുന്നില്ലേ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്ക വാ,
എനിക്ക് താ. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഭാരവും ഞാൻ കുരിശിൽ വഹിച്ച് കുരിശിനെ തിരുക്കുരിശാക്കി മാറ്റിയില്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഭാരം വഹിച്ചത്? ആ ഈശോയെ നമുക്കൊന്ന് സ്നേഹിക്കാം. എനിക്ക് വേണ്ടി സർവ ഭാരവും വഹിക്കുന്ന എൻ്റെ ഈശോ, ആത്മാവിൻ്റെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ ഉണർത്തുന്ന ഉയർത്തുന്ന സൗഖ്യദായകനായ കർത്താവ് നമ്മുടെ മധ്യേ. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. എത്രയോ പേര് നമുക്ക് ചുറ്റും ഇപ്പം വലിയ ലോകത്തിൻ്റെതായിട്ടുള്ള തിരക്കിൽ വ്യാപരിക്കുന്നു. അതിൽ നിന്ന് എന്നെ ഈ ഉച്ച സമയത്ത് അവനെ ആരാധിക്കാനായിട്ട് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് തിരഞ്ഞെടുത്ത് എന്നെ കൊണ്ടുവന്ന സ്നേഹമല്ലേ ദൈവത്തിൻ്റെ സ്നേഹം? ദൈവം നമ്മളെ ഓരോരുത്തരെയും അറിയുന്നു, വ്യക്തിപരമായിട്ട് അറിയുന്നു, ക്ഷണിക്കുന്നു, കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതിൽ കവിഞ്ഞ് നമുക്ക് സന്തോഷിക്കാൻ എന്താണുള്ളത്? ദൈവത്തിൻ്റെ ഈ സന്തോഷം നമുക്ക് ഏറ്റെടുക്കാം. സ്വർഗം തരുന്ന ഈ സന്തോഷം നമുക്ക് ഏറ്റെടുക്കാം. സ്വർഗത്തിന് ഞാൻ അമൂല്യനാണ്. സ്വർഗത്തിന്, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന് നീ അമൂല്യനാണ്, നീ പ്രിയങ്കരനാണ്. പുത്രനെ മറുവിലയായി നൽകിയാണ് ദൈവം നിന്നെ സ്വന്തമാക്കിയത്. അതുകൊണ്ടല്ലേ നിന്റെ പേര് അവൻ പറഞ്ഞില്ലേ അവൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെന്ന്. ഈശോയുടെ തിരുമുഖത്തിലേക്ക് നോക്കുന്ന നമുക്ക് വീണ്ടും നമ്മുടെ ഈശോയുടെ ഉള്ളം കയ്യിലേക്ക് നോക്കാം. അവിടെ നമ്മുടെ പേരെഴുതിയിരിക്കുന്ന ആ സ്ഥാനമൊന്ന് തിരയാം. ആ തിരയുമ്പോൾ നമുക്ക് വേണ്ടി അവനേറ്റ നൊമ്പരം നമുക്ക് കാണാൻ പറ്റും. ആ കരത്തിൻ്റെ നടുവിൽ ആണിപ്പാട്, ഓ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ട് ധ്യാനിച്ച് ഇന്നത്തെ ദിവസം ഞായറാഴ്ചത്തേക്ക് നാളെ നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഇന്ന് സായാഹ്നത്തിലും ഇന്ന് രാത്രികാലങ്ങളിലുമൊക്കെ നമുക്ക് ഈശോയോട് ഒപ്പമാകാം. നാളെ സാബത്ത് നമ്മൾ ആചരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ സ്വസ്ഥത കൈവിടാതെ നമുക്ക് സാബത്തിലേക്ക് പ്രവേശിക്കാം. ആഴമായ ഒരു ദൈവ സ്നേഹാനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം നമ്മളെ ഉണർത്തും, ഉയർത്തും. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതുതാണ്. അല്ല, ഓരോ ദിവസവുമല്ല, ഓരോ നിമിഷവും ഈശോയുടെ സ്നേഹം പുതുതാണ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈശോയുടെ സ്നേഹം ഈ നിമിഷത്തിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്നലകളിൽ കിട്ടിയിട്ടില്ല, നാളകളിൽ കിട്ടുകയുമില്ല. ഇത് ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞതാ. ഈശോയുടെ സ്നേഹം ഓരോ നിമിഷവും പുതുതാണ്. നമുക്ക് സ്വന്തമാക്കാൻ സഹോദരങ്ങളെ, ശബ്ദമുയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഈ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കള്, മക്കള്, സഹോദരീ സഹോദരന്മാര്, ബന്ധുക്കള്, മിത്രങ്ങള്, നമ്മളെ സഹായിച്ചവര്, നമ്മളെ ഒരിക്കലെങ്കിലും നൊമ്പരപ്പെടുത്തിയവര്, എല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശബ്ദമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈ സമയമൊക്കെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ രണ്ടും ശിരസിനോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന മക്കളെല്ലാം കരങ്ങൾ രണ്ടും ശിരസിനോട് ചേർത്ത് വെക്കട്ടെ. ദിവികാരണത്തിൽ നിന്ന് വലിയൊരു ശക്തി കടന്നു വന്ന് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും കരങ്ങൾ ശിരസിനോട് ചേർത്ത് വെച്ച് ഭാഷാപരത്തിലൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശലലലല. താവ് ഓരോ മക്കളെയും സ്പർശിക്കുന്ന സമയമാണ്, ഓരോ മക്കളെ ആശീർവദിക്കുന്ന സമയമാണ്. ദിവികാനത്ത് വലിയ ശക്തി നമ്മളിലേക്ക് നിറയപ്പെടുന്ന സമയമാണിത്. ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും വലിയ സൗഖ്യം പ്രാപിച്ചതുപോലെ രോഗപീഠകളിലേക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ശിരസ് വെള്ളങ്കാൽ വരെ കർത്താവിൻ്റെ അത്ഭുത ശക്തി നിറയുന്ന സമയമാണ്. ഓരോ മക്കളുടെ രോഗപീഠകളുള്ളവർ ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ.
ദിവികാരുണ്യനാഥൻ ഓരോ മക്കളെ സൗഖ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയൊരു ആശീർവാദം നമ്മളിലേക്ക് നിറയപ്പെടാൻ പോവുകയാണ്. കരങ്ങളെത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോ മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. മുട്ടും കർത്താവിൻ്റെ മുമ്പിൽ മടങ്ങാം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മക്കളും സ്വർഗപിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന സമയമാണിത്. ഈ സമയം നമ്മൾ മുട്ടന്മേലായിരിക്കുമ്പോൾ സകല മാലാകമാര്, സകല വിശുദ്ധര്, 21 ശ്രേഷ്ഠന്മാർ ദിവികാനത്തെ ഈശോയെ കുമ്പിട്ട് ആരാധിക്കുന്ന പോലെ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ കർത്താവിന് കൊടുത്ത് ഒരിക്കൽ കൂടി സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല. യേശുവിന്റെ നാമമല്ലാതെ വലിയ കൃപകൾ കർത്താവ് തരുന്ന സമയമാണ്. ഓരോ മക്കളുടെ നിയോഗങ്ങളെ കർത്താവിന് കൊടുക്കട്ടെ. പരിശുദ്ധ കുർബാനയിലെ ജീവിക്കുന്ന ഈശോ ഓരോ മക്കളെ ആശീർവദിക്കട്ടെ. ആരാധന 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 ശ്രീ ആരാധന 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 ആരാധന. എല്ലാ നാമം കർത്താവിന്റെ നാമം വാഴ്ത്തട്ടെ. യേശു മാത്രമാണ് കർത്താവ്. ഒരിക്കൽ കൂടി എല്ലാ മുട്ടകളും കർത്താവിന്റെ മുമ്പിൽ മടങ്ങും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കരങ്ങളുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. പാടിടും യേശു മാത്രം കർത്താവെന്ന്. ജീവിക്കുന്ന കർത്താവിനെ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴുക വാഴുക, ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും വാഴ്ത്തുക, ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം. മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടും യേശു